ഇത് കേൾക്കൂ ഈശ്വര. ഇല്ല അഡ്മിൻ അത് ഇതാക്കില്ല. ഞാനത് പുതുവിനെ കടിക്കുന്ന കാണാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കാൻ. അമ്മ ഒറ്റക്കല്ലേ? അയ്യോ നമ്മളല്ല കാല് കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പതുക്കെ സംസാരിച്ച് തുടങ്ങും. ബാക്കിയുള്ളവർ പതുക്കെ ജോയിൻ ചെയ്തോട്ടെ. കേൾക്കാമല്ലോ അല്ലേ? എന്റെ ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയറാ സാറേ. ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്താലേ വലിയ ഉപകാരമായിരുന്നു. കാരണം അനന്തതയിലേക്ക് നോക്കി സംസാരിക്കാനേക്കാളും സുഖമാണ് ആൾക്കാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ. എന്താണ്? ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്സിൻ്റെ മേഖലയിലാണ്. അപ്പോൾ 2011 വളരെ അവിചാരിതമായിട്ട് ആർഡിനോ എന്നൊരു ബോർഡിനെ കുറിച്ച് പരിചയപ്പെടാൻ ഭാഗ്യമുണ്ടായി. പക്ഷെ അന്ന് അറിഞ്ഞിരുന്നില്ല അത് എൻ്റെ ലൈഫിലും കരിയറിലും അത് ഇത്ര വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ മൈക്രോ കൺട്രോളേഴ്സും ആർഡിനോയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോക്ക് വളരെ ഒരു ബെയർ ഇൻട്രൊഡക്ഷൻ ആണ്. ടെക്നിക്കൽ ആസ്പെക്ട്സിലോട്ട് പോകുന്നതേ ഇല്ല. ജനറൽ പബ്ലിക്കിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടുന്ന രീതിയിലാണ് പാകപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉപയോഗിച്ച് പരിചയമുള്ളവർക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് പേട്ട എന്നൊരു സ്ഥലത്താണ്. വീട്ടിൽ അമ്മയുണ്ട്, വൈഫുണ്ട്, ഒരു 5 വയസ്സുള്ളൊരു മകനുണ്ട്. ഞാനപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ശരി, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ആർഡിനോ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആർഡിനോയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വൈ ഡു നീഡ് സംതിങ് ദാറ്റ് ഇസ് പ്രോഗ്രാമബിൾ എന്നുള്ളതൊന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ കോമൺലി ആർഡിനോ, റോബോട്ടിക്സ് പോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് ഒരു സിസ്റ്റം ആവശ്യാനുസരണം നമുക്ക് മാറ്റാൻ പറ്റിയാൽ നമുക്ക് അത്രയും കുറച്ച് ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി മതി എന്നുള്ളൊരു കാര്യം. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തോടെ പറയാം. ഒരു കോൺട്രാക്ടർ ഒരു 4 നില വീട്, ഒരു ഫ്ലാറ്റ് കെട്ടിയെന്ന് കരുതുക. അപ്പോൾ 4 നില ഫ്ലാറ്റ് കെട്ടി കുറച്ച് നാൾ 4 നില ഫ്ലാറ്റ് കെട്ടിയ സമയത്ത് അദ്ദേഹം ഒരു ലിഫ്റ്റ് വെച്ചു 4 നിലയ്ക്ക്. ഈ ലിഫ്റ്റിൻ്റെ ഈ അൽഗോരിതം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒരു 3ാമത്തെ നിലയിൽ എത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു ബട്ടൺ ഞെക്കിയാൽ 4ാമത്തെ നിലയിൽ എത്തിയാൽ മതി. പക്ഷെ പലപ്പോഴും ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കണം എന്നുള്ള ഒരു ചാലഞ്ച് അവിടെയുണ്ട്. ഉദാഹരണത്തിന് ലിഫ്റ്റ് 2ാമത്തെ നിലയിൽ നിൽക്കുകയാണ്, ഒരാൾ 3ാമത്തെ നിലയിൽ ഞെക്കി, ഒരാൾ 1ാമത്തെ നിലയിൽ ഞെക്കി. ഇത് മുകളിൽ പോകണോ അതോ താഴെ പോകണോ? ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണ്? ഇപ്പം 4 നില മാറി ഒരു 15-16 നിലയാണെങ്കിൽ ഈ ഷോർട്ടസ്റ്റ് റൂട്ട് എടുക്കുന്ന അൽഗോരിതം വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു അൽഗോരിതമാണ്, ലിഫ്റ്റിൻ്റെ അൽഗോരിതം. അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരാം. ഒരു വ്യക്തി ഒരു 4 നിലയുള്ള വീട് കെട്ടി, ഫ്ലാറ്റ് കെട്ടി. അപ്പോൾ ഇതിനകത്ത് പണ്ട് കാലത്താണ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഈ ബേസിക് ഇലക്ട്രോണിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒരു ടൈമർ സർക്യൂട്ടൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കി എന്ന് കരുതുക. അത് കുറച്ച് നാൾ നന്നായിട്ട് പോയി, ലിഫ്റ്റ് നന്നായിട്ട് ഓടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുതിയൊരു റിക്വയർമെൻറ്റ് വരുന്നത്. ഈ കോൺട്രാക്ടർ 2 നിലയും കൂടെ മുകളിലേക്ക് കെട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കിയ ആളെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു, നമുക്ക് 2 നിലയും കൂടെ ഉണ്ട്, ഈ പഴയ ലിഫ്റ്റ് പോരാ, പുതിയ സർക്യൂട്ട് വേണം, 2 നിലയും കൂടെ വർക്ക് ചെയ്യണം.
ഈ പഴയ കൺട്രോൾ യൂണിറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് അദ്ദേഹം പുതിയതായിട്ട് വീണ്ടും റെസിസ്റ്ററും കപ്പാസിറ്ററും സർക്യൂട്ട് ബോർഡും ഒക്കെ വെച്ച് ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു 6 നിലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലിഫ്റ്റ് ക്രമപ്പെടുത്തി. അത് കുറച്ചാൾ അങ്ങനെ സന്തോഷമായിട്ട് പോയപ്പോഴാണ് പുതിയ റിക്വയർമെന്റ് വരുന്നത്. പുതിയ റിക്വയർമെന്റ് ഇതാണ്: 4ാമത്തെ നിലയിൽ ഒരു VIP താമസിക്കാൻ വന്നു. ലിഫ്റ്റ് എവിടെ പോയാലും കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞ് അവസാനം 4ാമത്തെ നിലയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊരു പുതിയ റിക്വയർമെന്റ് വന്നു. അപ്പൊ വീണ്ടും ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് സർക്യൂട്ട് ബോർഡൊക്കെ എടുത്ത് കളഞ്ഞ് പുതിയ റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ വെച്ച് വീണ്ടും ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യം. പകരം വാട്ട് ഇഫ് വി ഹാഡ് എ സിസ്റ്റം ദാറ്റ് വുഡ് ഹാവ് ബീൻ ഈസിലി റീപ്രോഗ്രാമബിൾ? ഹാർഡ്വെയർ സെയിം ആണ്, നമുക്ക് പ്രോഗ്രാം മാത്രം മാറ്റിയാൽ മതിയിരുന്നെങ്കിൽ, ഐ മീൻ ഇഫ് ദാറ്റ് വുഡ് ഹാവ് ബീൻ പോസിബിൾ, ദാറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ഈസിയർ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഇത് റീയൂസബിൾ അല്ലാത്തൊരു സർക്യൂട്ടിൽ ഒതുങ്ങേണ്ട കാര്യമില്ല. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിലും നമ്മൾ റിയൽ ലൈഫിൽ പല സിറ്റുവേഷനിലും നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ പറയുന്നതനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ. എസെൻഷ്യലി പ്രോഗ്രാമബിൾ സിസ്റ്റംസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് എന്താണ് ആർഡിനോയുടെ ആവശ്യകത എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. നമ്മൾ പലപ്പോഴും പല കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു നോ വാട്ട് എ പ്രോഗ്രാമിംഗ് സിസ്റ്റം ഇസ്. പിന്നെ നമ്മൾ റോബോട്ടിക്സിനെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ, പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു അനോളജി പറയുന്ന മനുഷ്യന്റെ ഇതുമായിട്ടാണ്. നമുക്ക് 3 കാര്യങ്ങളാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ബ്രെയിൻ ഉണ്ട്, പിന്നെ നമുക്ക് മസിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളും ഉണ്ട്, ചുറ്റുമുള്ള ലോകം അറിയാം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമൊക്കെ വെച്ച് നമ്മൾ ചുറ്റുമുള്ള ലോകം അറിയും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കും, എന്ത് ചെയ്യണം. ഉദാഹരണത്തിന് ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഓടണം. അപ്പോൾ ഇതെല്ലാം ഡിസിഷൻ എടുക്കുന്ന ബ്രെയിനാണ്. അതേപോലെ അത് രണ്ടും മാത്രം പോരാ, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മസിൽസ് വേണം. ഒരു ഗേറ്റ് തുറക്കണമെങ്കിൽ പോലും നമുക്ക് മസിൽ വേണം. അതെ. അപ്പോൾ ഒരു സെക്കൻഡ്, ഇതിനകത്ത് സക്കീർ വീഡിയോ ഷെയർ ചെയ്തേക്കാണോ? എനിക്ക് തോന്നുന്നു ആരോ ഒരാളും കൂടെ വീഡിയോ ഷെയർ ചെയ്തേക്കുന്ന പോലെ തോന്നുന്നു. ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാമോ? ഷെയർ ചെയ്തിട്ടില്ലല്ലോ. ആ ശരി ശരി, മേ ബി ഞാനിവിടെ ഒരു ഡിവൈസും കൂടെ വെച്ചത്, അത് കാണുന്നതിന്റെ കുഴപ്പമായിരിക്കാം പക്ഷേ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആർഡിനോയിലോ അല്ലെങ്കിൽ റോബോട്ടിക്സ് ബേസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങൾ നമുക്കുള്ളതുപോലെ സർക്യൂട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള ലോകത്തെയും അറിയാനായിട്ട് നമ്മൾ പലതരം സെൻസേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചറും വോൾട്ടേജും കറണ്ടും പ്രഷറും ലൈറ്റും എല്ലാം സെൻസ് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെൻസർ തരുന്നത് ഒന്നിൽ ഒരു വോൾട്ടേജിന്റെ വേരിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ വേരിയേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ ആയിരിക്കാം. ഇതിനെ റീഡ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്കൊരു മൈക്രോ പ്രോസസ്സറോ മൈക്രോ കൺട്രോളറോ വേണം. അപ്പം അതിന് ഞാൻ ഇവിടെ തൽക്കാലം ആർഡിനോ ബോർഡാണ് കൊടുത്തേക്കുന്നത്. ആർഡിനോ ബോർഡ് നമ്മുടെ ഈ ചെയിൻ ഓഫ് ഇവന്റ്സിൽ എവിടെ വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വേറ്റേഴ്സ് വേണം. നമുക്ക് ലൈറ്റും ഫാനും ഒക്കെ ഓൺ ചെയ്യണമെങ്കിൽ ഇതിന്ന് കിട്ടുന്ന വളരെ തുച്ഛമായ മില്ലി ആംബിയേഴ്സ് കൊണ്ട് നടക്കില്ല. ഒരു LED ഒരു പക്ഷേ കത്തിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് വലിയ ഹെവി മെഷീനറി ഒന്നും റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ആക്ച്വേറ്റേഴ്സ് വേണം. നമ്മൾ റിലേ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് റിലേ പോലെയുള്ള കാര്യങ്ങളാണ് അതിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ 3 കാര്യങ്ങളെക്കുറിച്ചും അത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടോട്ടൽ ബിഗിനറിന് ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ലൈഡ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മൂവിങ് ഫോർവേഡ്, നമ്മൾ പലപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, അത് ഞാൻ സ്ലൈഡും രൂപത്തിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പലരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ പലർക്കും അറിയാം. ഈ വാഹനം ഓടിക്കുന്ന ആൾക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അതായത് വലത്ത് ഒട്ട് തിരിച്ചാൽ സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിയും, ഇടത്തോട്ട് തിരിച്ചാൽ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിയും, നടുക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിൽക്കും, വലത്ത് വശത്തെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകും, പിന്നെ ഗിയർ ഉണ്ടെങ്കിൽ അതും കൂടെ. അല്ലാതെ ഇവർ ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഈ വണ്ടി 2 സ്ട്രോക്ക് ആണോ 4 സ്ട്രോക്ക് ആണോ എന്ന് അറിയേണ്ട കാര്യമില്ല. എഞ്ചിന്റെ ഡിസൈനോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് മീൻ, എഫക്റ്റീവ് പ്രഷർ ഒന്നും അറിയേണ്ട കാര്യമില്ല. ആകെ അറിയേണ്ട കാര്യം ഇത് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റം, ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈനറും നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർ ആർഡിനോ ഉപയോഗിക്കുന്നത് തമ്മിലുള്ളൊരു വ്യത്യാസം. ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ചിപ്പ് ലെവൽ ഡിസൈനർ ഇതിന്റെ വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ വാസ്റ്റ് മെജോറിറ്റി ആൾക്കാർ ഒരു ആർഡിനോ ബോർഡ് ഉപയോഗിക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ മടിക്കുന്നത് ഭയം കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ കാരണമാണ്. അപ്പോൾ അതിന് ഈ ആർഡിനോ ബോർഡ് പോലെയുള്ള ഒരു ടൂള് നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോംപ്ലക്സിറ്റീസ് ഒന്നും നമ്മളെ അറിയിക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വി ക്യാൻ ഗോ അബൌട്ട് ഡൂയിങ് ആ വർക്ക് മൂവിങ് ഫോർവേഡ്. അപ്പോൾ എന്താണ് മൈക്രോ കൺട്രോളർ എന്നുള്ളതെന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഞാനത് മൈക്രോ പ്രോസസ്സർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ഇപ്പം
ഒരുപാട് പ്രായമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അറിയാം, സ്കൂളിലൊക്കെ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് CPU ഇസ് ദ ഹാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ ഇസ് ദ ഹാർട്ട് അല്ല, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നുള്ള പഠിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രോസസർ എന്നൊരു സാധനം നമുക്ക് ആവശ്യാനുസരണം പ്രോഗ്രാം ചെയ്യുകയും അതിന് കുറേ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിന് ചെറിയൊരു ഡൗൺ സൈഡ് ഉണ്ട്. അതിന് ഒറ്റയ്ക്ക് ഇരുന്ന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് റാം വേണം, അഡീഷണൽ മെമ്മറി വേണം, പവർ സപ്ലൈസും പോർട്ടും പിന്നും ഒരുപാട് എക്സ്റ്റേണൽ ഹാർഡ്വെയർ വേണം. അപ്പോൾ ഒരു ഉദാഹരണത്തോടുകൂടി പറയാം. ഇപ്പം എൻ്റെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് കരുതാം. ഇപ്പം എനിക്ക് വാഷിംഗ് മെഷീനിനെ ഓട്ടോമേറ്റ് ചെയ്യണം. ഇത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം, ഇത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് ഡ്രയർ ഓൺ ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ഈവൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുൾ മദർ ബോർഡും ഒരു റാമും ഒരു ഹാർഡ് ഡിസ്കും വെക്കേണ്ട കാര്യമില്ല. ഈ എല്ലാ സാധനം കൂടെയുള്ള ഒരു സാധനമാണ് മൈക്രോ കൺട്രോളർ. അതായത് ഈ മൈക്രോ കൺട്രോളറിനകത്ത് നമ്മുടെ മൈക്രോ പ്രോസസർ പോലെ ഒരു CPU ഉണ്ട്. അതിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ റാം ഉണ്ട്, ബിൽറ്റ് ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് ഉണ്ട്. ഒരു മദർ ബോർഡിന് വേണ്ട എല്ലാ സാഹചര്യവും അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഒരു ICയുടെ അത്രയും വലുപ്പമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് മൈക്രോ കൺട്രോളർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മാർഗം. ഇനി ഇങ്ങനെയാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇരിക്കുന്നത് പോലും മൈക്രോ പ്രോസസർ എന്ന് പറയാൻ പറ്റില്ല, തന്നെ മൈക്രോ കൺട്രോളർ എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പലതും ഒരു ചിപ്പിനകത്ത് തന്നെ എല്ലാം ഉള്ള രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വന്നേക്കുന്നത്. അപ്പം ആർഡിനോ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ആർഡിനോ ബേസിക്കലി ഒരു മൈക്രോ കൺട്രോളർ തന്നെയാണ്. അതിൻ്റെ പുറത്ത് ഒന്ന് സാരി ഉടുപ്പിച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഉൽപ്പത്തി ഉണ്ടായി എന്നുള്ളത് പറയാം. ഞാൻ അതിന് മുമ്പ് ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡിങ് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ബാക്കി മുഖാമുഖം നോക്കി സംസാരിച്ചിട്ട് ബാക്കി പറയാം. അതായത് ഇത് കഥ ഇറ്റലിയിൽ നടക്കുന്നൊരു കഥയാണ്. കുറേ നാൾ മുമ്പ് സെക്കൻഡ് ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നൊന്നുമില്ല. ശരി, ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. പറ്റുന്ന അത്രയും ആൾക്കാരൊന്ന് വീഡിയോ ഓൺ ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷമാണ്. മുഖത്ത് നോക്കി സംസാരിക്കാം. അനന്തതയിലേക്കും പ്രൊഫൈൽ ഫോട്ടോയിലേക്കും നോക്കി സംസാരിക്കുമ്പോൾ ആ ഒരു ഹ്യൂമൻ കണക്ഷൻ പോകുന്നു. ശരി, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ കുറച്ച് എഞ്ചിനീയേഴ്സ്, ഒരു 5 എഞ്ചിനീയേഴ്സ്, അവർക്കൊരു പ്രോജക്റ്റിന്റെ ഭാഗമായി ഒരു ഡിസ്കഷനിടയ്ക്ക് അവർക്കൊരു തോട്ട് വന്നു. വൈ ഷുഡ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ബി സോ കോംപ്ലിക്കേറ്റഡ്? സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? ഈ മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോളറൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നിട്ട് അവർ പറഞ്ഞത്, അവരുടെ വേർഡ്സ് അതുപോലെ കോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടൊരു സാധനം അഡ്വർടൈസേഴ്സിനും ആർട്ടിസ്റ്റിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. കാരണം ആർട്ടിസ്റ്റും അഡ്വർടൈസേഴ്സും ഒരിക്കലും എഞ്ചിനീയറിംഗായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് മിക്ക സിറ്റുവേഷനിൽ. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡ് ഉണ്ടാക്കണമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഇവർ എല്ലാവരും വൈകുന്നേരം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ എന്നും വൈകിട്ട് കൂടിയിരുന്നൊരു ബാറുണ്ട്. ആ ബാറിൽ ഇരുന്നാണ് അവർക്ക് ഐഡിയ തോന്നിയെന്നുള്ളതുകൊണ്ട് അവരുണ്ടാക്കിയ പ്രോഡക്റ്റിന് ആ ബാറിൻ്റെ പേര് തന്നെ ഇട്ടു. അങ്ങനെ ആർഡിവീൻ ഓഫ് ഐവറിയ എന്നുള്ള ബാർ ആർഡിവീനോ എന്നൊരു പ്രോഡക്റ്റായി, ഒരു ഓപ്പൺ സോഴ്സ് ഒബ്ജക്റ്റായി മാറി. അപ്പോൾ അങ്ങനെയാണ് ഈ ആർഡിനോയുടെ ഉൽപ്പത്തി. ഞാൻ അവരുടെ ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഈ 5 പേരാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വളരെ ബേസിക് ആർഡിനോ ബോർഡാണ്. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഇറങ്ങിയിരുന്ന ആർഡിനോ ബോർഡ് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് പഴയ ഡെസ്ക്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യുന്ന സീരിയൽ പോർട്ടാണ്. കുറച്ച് സീനിയർ ആയിട്ടുള്ളവർക്കൊക്കെ സീരിയൽ പോർട്ടിൽ കണക്ട് ചെയ്യുന്ന പഴയ മൗസൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ അതേപോലെയുള്ള ഒരു ബോർഡാണ് ഇത്. 5 എഞ്ചിനീയേഴ്സാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റലിയിലുള്ള ബാർ ആർഡിനോ ഓഫ് ഐവറിയ. കൗതുകത്തിന് അതിൻ്റെയും കൂടെ പടം ഒന്ന് വെച്ചു എന്ന് മാത്രം. മുമ്പോട്ട് പോകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആർഡിനോ ഇത്ര പോപ്പുലർ ആയത്? ഇത് ആർഡിനോ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആർഡിനോയ്ക്ക് സമാനമായ ഒട്ടനവധി ബോർഡ്സ് ഇതിനു മുമ്പും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ ആർഡിനോ എന്നുള്ള ബോർഡ് വളരെയധികം പോപ്പുലറായി. അതിനു മുമ്പ് പെരിഫറൽ ഇന്റർഫേസ് കൺട്രോളർ എന്ന് പറഞ്ഞ മൈക്രോ ചിപ്പിന്റെ പിക്കിന്റെ സ്റ്റാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആർഡിനോ ഇത്രയും പോപ്പുലർ ആവാനുള്ള ഏറ്റവും പ്രൈം റീസൺ ഇത് 100% ഓപ്പൺ സോഴ്സ് ആണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓപ്പൺ സോഴ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി അതും എന്താണെന്നുള്ളതും കൂടെ പറയാം. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സോഫ്റ്റ്വെയർസും പ്രോഗ്രാമും ജനറൽ പബ്ലിക്കിന് ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി ഏറ്റെടുത്തു. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏറ്റെടുത്ത് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും അവരിത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യുകയും ചെയ്ത് വളരെയധികം ഇത് പോപ്പുലറായി. ഇതാണ് ഇതിൻ്റെ ഇത്രയും പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യാനുള്ള ഒരു റീസൺ. രണ്ടാമത്തെ കാര്യം, ഇത് DIY ഇലക്ട്രോണിക് എന്തൂസിയാസം ഉണ്ടല്ലോ, ഡു ഇറ്റ് യുവർ സെൽഫ്, സ്വന്തമായിട്ട് ഇലക്ട്രോണിക് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. പണ്ട് കാലത്ത് സ്റ്റീവ് ജോബ്സ് ഒക്കെ ഒരു കാലത്ത് സ്വന്തമായിട്ട് DIY ഹോം ബ്രൂ ക്ലബ് എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നീടാണ് അവർ കമ്പനിയായിട്ട് മാറിയതൊക്കെ. അപ്പൊ ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് വളരെ എളുപ്പമായപ്പോൾ
ഒരു ടെക്നോളജി വളരെ എളുപ്പമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അത് വെച്ചുള്ള വളരെയധികം പ്രോഡക്ട്സ് വരുന്നു. സാധാരണ വ്യക്തിക്ക് ചെയ്യുന്ന കപ്പാസിറ്റിക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് ഇതൊരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തു. ഞാൻ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തതിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എൻ്റെ കയ്യിലൊരു 3 ആർഡിനോ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആർഡിനോയുടെ സൈറ്റിൽ നിന്ന് ആർഡിനോ ബോർഡിൻ്റെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് സർക്യൂട്ട് ബോർഡ് ഇവിടെ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ബോർഡാണ്. യു ഡോണ്ട് ഹാവ് ടു ബൈ ആൻ ആർഡിനോ ബോർഡ്. അപ്പോൾ ഇത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സീരിയൽ പോർട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു ഒരുപാട് നാൾ മുമ്പ് ചെയ്തിരുന്നൊരു ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫുൾ ലേ ഔട്ട് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എച്ച് ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആർഡിനോയ്ക്ക് ഞാൻ ഒറിജിനലിനും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഇറ്റ്സ് ഫ്രീലി അവൈലബിൾ ഫോർ എവറി വൺ ടു യൂസ്. ഇത് അറ്റ്മേക്ക 3 to 8 എന്നൊരു മൈക്രോ കൺട്രോളർ വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു 16 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 22 പിക്കോഫാരഡിൻ്റെ 2 കപ്പാസിറ്റർ. അത്രയും മതി ശരിക്കും ആർഡിനോ ബോർഡ് വർക്ക് ചെയ്യാൻ. അതായത് ഞാൻ അത് എടുത്ത് പറയാനുള്ള കാര്യം, ഈ സെയിം സാധനം, അതായത് ഈ മൈക്രോ കൺട്രോളറും ഒരു ക്രിസ്റ്റലും 2 കപ്പാസിറ്ററും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനമാവും. ഇതും വർക്ക് ചെയ്യും. അതായത് നമ്മൾ സാധാരണ ഒരു ഡോട്ട് പി സി ബിയിലോ ലൈൻ പി സി ബിയിലോ ഒരു മൈക്രോ കൺട്രോളർ സോൾഡർ ചെയ്ത് വെച്ച് അതിനകത്ത് ഒരു 16 മെഗാഹെർട്സിൻ്റെ ഒരു കപ്പാസിറ്റർ ഒരു ഓസിലേറ്റർ കൊടുത്ത്, ക്രിസ്റ്റൽ ഓസിലേറ്റർ കൊടുത്ത് 22 പിക്കോഫാരഡിൻ്റെ 2 കപ്പാസിറ്റർ ഇട്ട് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ലൈക്ക് ആൻ ആർഡിനോ. അപ്പോൾ നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടും കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സർക്യൂട്ടും മാത്രം നമ്മൾ അഡീഷണൽ ചെയ്താൽ മതിയാവും. ഇനി ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം കൂടെ പറഞ്ഞു പോവാം. ഇപ്പോൾ അതിൻ്റെ ബെയർ ബോർഡ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇതേപോലെ ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓൾറെഡി ആൾക്കാർ ചെയ്ത ബോർഡാണ്. ഇതിനകത്ത് മൈക്രോ കൺട്രോളർ മാത്രം വെച്ച് സോൾഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ഫംഗ്ഷൻ ലൈക്ക് ആൻ ആർഡിനോ ബോർഡ്. നമുക്കതിനെ പ്രോഗ്രാം ചെയ്യാനും ഇത് പ്രോഡക്ട്സിനകത്ത് വെച്ച് കൊടുക്കാനും പറ്റും. ഇത് 150 രൂപയ്ക്ക് 5 6 കണ്ട് കിട്ടും. ആമസോണിൽ കിടപ്പുണ്ട് ഈ സാധനം. ഇത് തൃശ്ശൂർ എവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത PCBs ഉണ്ട്. ഞാൻ അത് എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ മൂവിങ് ഓൺ ടു ദ സ്ലൈഡ് പ്രസന്റേഷൻ. അപ്പോൾ ഞാൻ പറയാൻ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആർഡിനോ 100% ഓപ്പൺ സോഴ്സ് ആണ്. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയോ ആർക്ക് വേണമെങ്കിലും ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ വളരെ ചീപ്പുമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർഡിനോ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ബോർഡ് ഏതാണ്ട് 150 രൂപ മുതൽ അവൈലബിൾ ആണ്. കറക്റ്റ് ആർഡിനോയുടെ അതേ കമ്പനി തന്നെ അറ്റ്മെൽ മൈക്രോ കൺട്രോളർ തന്നെ വേണ്ട എങ്കിൽ നമുക്ക് 100 രൂപ മുതൽ അവൈലബിൾ ആണ്. 100-110 രൂപ മുതൽ അവൈലബിൾ ആണ്. അത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് മൈക്രോ കൺട്രോളേഴ്സിന് ആ ഒരു റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഞാൻ ബാക്കി പ്രസന്റേഷൻ്റെയൊക്കെ കണ്ടിന്യൂ ചെയ്യാണ്. പറയാൻ വന്ന കാര്യം ഇതാണ്. ഈ ഒരു 3 കാരണങ്ങളാൽ, അതായത് ഇത് 100% ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട്, ഇത് ഒരുപാട് DIY ഇലക്ട്രോണിക് എന്തൂസിയാസ്റ്റ് ഇത് ഏറ്റെടുത്തതുകൊണ്ട്, പെട്ടെന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ വളരെ സൗകര്യമായിരുന്നുണ്ട്. പെട്ടെന്ന് ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വളരെ സൗകര്യമാണെന്നുള്ളത് കൂടെ കൊണ്ടാണ്. ഞാൻ അതിന് കൂടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വരാം. ഇത് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ വളരെ സൗകര്യമാണെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, അത് 6 കൊല്ലം മുമ്പ്, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച് ഇല്ല, എന്നെക്കാളൊക്കെ മുതിർന്ന ഒരുപാട് ആൾക്കാരുള്ള അവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചലഞ്ചാണ് കുഞ്ഞിനെ ഉറക്കുക എന്നുള്ളത്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ടൊന്ന് ഉറക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, എസ്പെഷ്യലി കുഞ്ഞിൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ എസ്പെഷ്യലി പലപ്പോഴും കുഞ്ഞ് പാല് കുടിച്ചായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ കുഞ്ഞൊന്ന് ഉണർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ലൈറ്റ് ഓഫ് ചെയ്യാൻ പുള്ളിക്കാരി ഒറ്റയ്ക്കാണെങ്കിൽ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇരുന്നൊരു പഴയ ആർഡിനോ ബോർഡ് എടുത്ത് ഒരു ടിവിയുടെ റിമോട്ടിന് റിസീവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിവിയുടെ റിമോട്ട് വെച്ചിട്ട് ലൈറ്റും ഫാനും ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായി. അത് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്ക് വീട്ടിലുള്ള പല കോമൺ ഡെയിലി ആപ്ലിക്കേഷൻ ഈ സാധനം നേരെ എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ സവിശേഷത. ഞാൻ തിരിച്ച് പ്രസന്റേഷനിലേക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് 2 ഭാഗമാണുള്ളത്. നമുക്കൊരു സോഫ്റ്റ്വെയർ പാർട്ടുണ്ട്, നമുക്ക് അവിടെ പ്രോഗ്രാം എഴുതാൻ പറ്റും. ഇതിൻ്റെ റൈറ്റിൽ കാണുന്ന ഒരു ഹാർഡ്വെയർ പാർട്ടാണ്. ഈ ഹാർഡ്വെയർ പാർട്ട് നമുക്ക് അതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ആണ്. ഇത് 2ഉം ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ ഇവ ഒരുപാട് നാൾ കൊണ്ട് ആർഡിനോ പരിണമിച്ചപ്പോൾ ഇപ്പോൾ ആർഡിനോയുടെ ഈ സോഫ്റ്റ്വെയർ പാർട്ടിൽ ആർഡിനോ മാത്രമല്ല മറ്റ് മൈക്രോ കൺട്രോളർ ബോർഡ്സും പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിലയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. ഈ പ്രോഗ്രാമിങ്ങിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് മുമ്പ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാം. നമ്മൾ ആർഡിനോയുടെ ഏതാനും ചില വരി കോഡുകൾ, സത്യം പറഞ്ഞാൽ ഒരു 4 വരി കോഡ് കാണാതെ പഠിച്ചാൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഉദാഹരണത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു ആർഡിനോ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നു.
ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ USB 5 വോൾട്ട് വരുന്നു, ആർഡിനോ പവർ കിട്ടുന്നു. കമ്പ്യൂട്ടറിൽ എഴുതുന്ന കോഡ് നമുക്ക് ആർഡിനോയ്ക്ക് അകത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് എക്സ്റ്റേണലി പവർ സപ്ലൈ കൊടുത്താലും ദാറ്റ് വിൽ കീപ് വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം കമ്പ്യൂട്ടറിൻ്റെ ആവശ്യകത ഇല്ല ഇത് പ്രവർത്തിക്കാൻ, നമുക്കൊരു പ്രോഡക്റ്റിൽ വെച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പല ടൈപ്പ് സെൻസേഴ്സും, ജസ്റ്റ് സെക്കൻഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഷെയറിങ്. ഞാൻ ജസ്റ്റ് പല ടൈപ്പ് സെൻസേഴ്സും ഈ പല ടൈപ്പ് സെൻസേഴ്സ് കാരണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഇത് മുമ്പോട്ട് പോകാം. അപ്പം ഞാൻ ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സെൻസർ എടുക്കുന്നു, ആ സെൻസർ കൊണ്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോജക്ട്സ് എന്താണ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്താണ്, അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ സൗകര്യം തിയറി പറഞ്ഞു പോകുന്നതിനേക്കാളും. അപ്പം ഒരു സിമ്പിൾ ലൈറ്റ് സെൻസർ എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന LDR, ലൈറ്റ് അടിക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ പുറത്തൊരു ഗാർഡൻ ലൈറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ സന്ധ്യസമയമായപ്പോൾ തന്നെ ഗാർഡനിൽ ലൈറ്റൊക്കെ തെളിഞ്ഞു വന്നു. ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരൊറ്റ ട്രാൻസിസ്റ്ററും 2 റെസിസ്റ്ററും ഒരു LDRും മതി. പക്ഷേ അതിന് ചെറിയൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിരുന്നു, അല്ലെ എല്ലാവരും ഫേസ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഈ സന്ധ്യ ആയ സമയത്ത് ഇരുട്ടായതുകൊണ്ട് LDR ലൈറ്റ് കുറഞ്ഞായിട്ട് സെൻസ് ചെയ്തിട്ട് ഗാർഡനിൽ ലൈറ്റ് തെളിഞ്ഞു വന്നു. പക്ഷേ ഈ തെളിഞ്ഞു വന്ന ലൈറ്റിൻ്റെ വെട്ടം ഇത് അണഞ്ഞു പോവുകയും ചെയ്തു. നല്ല ഇരുട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സന്ധ്യ ആയി തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ ഓൾറെഡി കുറച്ച് ആംബിയൻ ലൈറ്റ് ഉണ്ട്. നമ്മൾ ഇത് ഓൺ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വരുമ്പോഴത്തേക്ക് ആ ഒരു ബോർഡർ ലൈൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ക്രോസ് ചെയ്തിട്ട് ദിസ് വിൽ സ്റ്റാർട്ട് ഫ്ലിക്കറിങ്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇരുട്ട് കാരണം ഇത് ഓൺ ആകുമ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടം കാരണം ഇത് ഓഫ് ആവും. അപ്പോൾ ഇതിന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റി ഓൺ ആക്കുകയും മറ്റൊരു ലൈറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ആക്കുകയും ഹിസ്റ്ററിസസ് കൊടുക്കുന്നത് പോലെ ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷനാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർഡിനോ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർഡിനോ ബോർഡ് എടുത്താൽ അതിനകത്ത് മിനിമം ഒരു 14 ഡിജിറ്റൽ പിൻസ് ഉണ്ട്. നമുക്ക് അതിനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കാം, ലൈറ്റ് കത്തിക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ മിനിമം 6 അനലോഗ് ഇൻപുട്ട് പിൻസ് ഉണ്ട്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്. നമുക്ക് വോൾട്ടേജ് റീഡ് ചെയ്യാൻ പറ്റുന്ന പിൻസ് ആണ്. 0 to 5 വോൾട്ട് എന്ത് മാത്രം ഉണ്ടെന്നുള്ളത് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ LDRനെ ഒരു സീരീസ് റെസിസ്റ്ററും കൂടെ കൊടുത്ത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻ്റെ VCC ഒരു എൻ്റെ ഗ്രൗണ്ടും ആണെങ്കിൽ ഇതൊരു സിമ്പിൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായി. ലൈറ്റ് അടിക്കുന്നതനുസരിച്ച് അത് വോൾട്ടേജ് ആയിട്ട് മാറും. ഈ വോൾട്ടേജിനെ നമ്മൾ ആർഡിനോയുടെ ADCയിൽ കണക്ട് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എത്ര ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഒരു 4 വരി കോഡ് എഴുതുകയാണ്. ഇന്ന പിന്നിലെ വോൾട്ടേജ് ഇന്ന് ഒരു വാല്യൂവിനേക്കാൾ എക്സീഡ് ചെയ്താൽ ഇന്ന പിന്നിനെ ഓൺ ആക്കുക. ആ വോൾട്ടേജ് വേറൊരു വാല്യൂവിനേക്കാളും കുറഞ്ഞാൽ, ഹിസ്റ്ററിസിസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഓഫ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. അപ്പോൾ പലപ്പോഴും ഈ പ്രോഗ്രാമിംഗ് എന്തോ ബാലികാറാമലയാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് ചെയ്ത് തുടങ്ങുമ്പോഴേ അത് വളരെ എളുപ്പമാണെന്ന് മനസ്സിലാവും. ഒരു 5 or 6 കോഡ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാവും. സത്യം പറഞ്ഞാൽ ആർഡിനോ ബോർഡ് ആദ്യമായിട്ട് ചെയ്തൊന്ന് പഠിക്കണം, ഒരാളും കൂടെ കൂടിയിരുന്നാൽ അതൊരു 3/4 മണിക്കൂർ കൂടുതൽ എടുക്കില്ല ടു സ്റ്റാർട്ട് ഓഫ് വിത്ത്. ബാക്കിയുള്ളത് പിന്നത്തെ കാര്യമാണ്. അതിനുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് കോഡ് പോലും നിങ്ങൾ എഴുതേണ്ടി വരില്ല. കോഡ് വരെ ChatGPT കൊണ്ട് നമുക്ക് എഴുതിച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മൂവിങ് ആണ്. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ LDR വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സെൻസർ എന്തൊക്കെയാണ് അത് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് വെച്ച് ചെയ്ത ഒരു സർക്യൂട്ടാണ്. ബ്രെഡ് ബോർഡിൽ വയർ ചെയ്തിട്ടുണ്ട്. സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. 5 വോൾട്ട് LDRൽ കണക്ട് ചെയ്തു. ഒരു സീരീസ് റെസിസ്റ്റർ 10K ആണ് ഇട്ടേക്കുന്നത്, അത് ഗ്രൗണ്ട് ചെയ്തു. നടുക്കുള്ള പോയിന്റ് വോൾട്ടേജ് ഡിവൈഡറായി. ഈ ആർഡിനോ ബോർഡ് ആർഡിനോ യൂനോ എന്നൊരു ബോർഡാണ്. ഒരുപാട് തരം ആർഡിനോ ബോർഡ്സ് ഉണ്ട്. അതിൽ A0 അഥവാ അനലോഗ് 0 പിന്നിലേക്ക് കണക്ട് ചെയ്തു. A0 to A5 6 എണ്ണവും അനലോഗ് പിൻസ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം പല തരത്തിലുള്ള ആർഡിനോ ബോർഡ്സും കൂടെ അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസരണം പല ടൈപ്പ് ആർഡിനോ ബോർഡ്സ് അവൈലബിൾ ആണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു മെമ്പർ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഒരു ഡിജിറ്റൽ റോസറിയാണ്. അതായത് കൊന്തയാണ്, ഡിജിറ്റൽ കൊന്തയാണ്. കുറേ LED ലൈറ്റ്സ് ഉണ്ട്. ഈ ഓരോ പ്രാവശ്യം ചാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഓരോ LED മാറി മാറി കത്തണം. അപ്പോൾ 56ഓളം വരും. അപ്പോൾ 56 ഡിഫറെൻറ്റ് പിൻസ് വേണം. നമ്മൾ നേരത്തെ കണ്ട ആർഡിനോയിൽ 14 പിന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ വലിയൊരു ആർഡിനോ ബോർഡ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആർഡിനോ ബോർഡ് ഇതാണ്. ഇതിന് ആർഡിനോ യൂനോ എന്ന് പറയുന്ന ബോർഡാണ്. ഇതിന് വളരെ കുറച്ച് പിന്നേ ഉള്ളൂ. ആരൊക്കെയോ വന്ന് വെയിറ്റിംഗ് ആണ്. ഞാൻ അഡ്മിറ്റ് ചെയ്തോട്ടെ.
അപ്പോൾ ഞാൻ പറയാൻ വന്ന കൂടുതൽ പിന്നെ വേണമെങ്കിൽ യു ക്യാൻ ഈസിലി സ്വാപ്പ് ടു എ ബിഗർ ബോർഡ്. ഇതിന് ആർഡിനോ മെഗാ എന്ന് പറയുന്ന ഒരു ബോർഡാണ്. ഇതിന് ടോട്ടൽ നമ്പർ ഓഫ് പിൻ ഔട്ട് കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ ആ പ്രോജക്റ്റിന് ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ മെഗാ വാങ്ങിക്കാൻ പറഞ്ഞില്ല. കാരണം മെഗയ്ക്ക് 1000 രൂപ വിലയുണ്ട്. 2 ആർഡിനോ നാനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 400 രൂപയുള്ളൂ. അപ്പോൾ പിന്നെ 2 നാനോ ഉപയോഗിക്കുന്നതാണ് അതിനേക്കാൾ സൗകര്യം എന്ന് തോന്നിയുണ്ട് ഞാൻ നാനോ ആണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 റോസ് ഓഫ് പിൻസ് കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പിൻസ് വളരെ കൂടുതലുള്ള ബോർഡ്സും അവൈലബിൾ ആണ് എന്ന് പറയുന്നത് മാത്രം. നമുക്ക് ചില സാഹചര്യത്തിൽ വളരെ ചെറിയ ആർഡിനോ ബോർഡ്സ് വേണ്ടി വരും. നമുക്ക് ഈ 2 വിരലിനകത്ത് നിർത്താൻ പറ്റുന്ന അത്രയും വലുപ്പമുള്ള ആർഡിനോ ബോർഡ്സ് വേണ്ടി വരും. അവിടെ നമുക്ക് പ്രോ മിനി പോലുള്ള ബോർഡ്സ് ഉപയോഗിക്കും. ഇത് ആർഡിനോ പ്രോ മിനി എന്നൊരു ബോർഡാണ്. ഇതുപോലെ ആർഡിനോ നാനോയും ഉണ്ട്. ഇതൊക്കെ വളരെ ചെറിയ ആർഡിനോ ബോർഡ്സ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു യു ഹാവ് എ പ്ലെത്തോറ ഓഫ് ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം. ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം നമുക്ക് ഗാർഡൻ ലൈറ്റിലെ 230 മെയിൻസിലെ ലൈറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് ആർഡിനോയുടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന റിലേ ബോർഡ് അവൈലബിൾ ആണ്. സാധാരണ ആർഡിനോ നമ്മുടെ റിലേ തന്നെയാണ്, അതിൻ്റെ ഒരു ട്രാൻസിസ്റ്റർ കൂടെ ചേർത്ത ബോർഡ് അവൈലബിൾ. അത് നമുക്ക് ഡയറക്റ്റ്ലി ഇതിനകത്ത് ഡ്രൈവ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ട്രിഗർ പിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർഡിനോയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു പിന്ന് എടുത്താൽ മതി. ആ പിന്നിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സീരിയൽ മോണിറ്ററിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇലക്ട്രോണിക് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇലക്ട്രോണിക് എന്തൂസിയാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് അറിയണമെങ്കിൽ, നമ്മൾ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു ഓസിലോസ്കോപ്പോ മൾട്ടിമീറ്ററോ വെച്ച് ഹുക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആർഡിനോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് ഇതിനകത്ത് തന്നെ ബിൽറ്റിനായിട്ട് പ്രോഗ്രാം ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. ഞാനൊരു സർക്യൂട്ട് ബോർഡ് ഉള്ളത് കാണിച്ചു തരാം. വീടില്ല, ഞാനൊരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണ്. ഒരു 3-4 ഇൻവേർട്ടറിൻ്റെ ഉദാഹരണം എടുക്കാം. ഒരു മെയിൻസ് ഇൻവേർട്ടർ ഞാൻ ചെയ്യുകയാണ്. ആ ഇൻവേർട്ടറിന് 3-4 പോയിന്റിൽ എനിക്ക് വോൾട്ടേജ് എത്തിയോ എന്നറിയണം. ഞാൻ 1-2 സ്ഥലത്ത് ഓപ്പറാമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, കമ്പാരേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിലൊക്കെ വോൾട്ടേജ് എത്തണമെങ്കിൽ അവിടെ നിന്നൊക്കെ വയർ എടുത്ത് എനിക്ക് എൻ്റെ അനലോഗ് ഇൻപുട്ട് പിൻസിൽ കൊടുത്താൽ അവിടുത്തെ വോൾട്ടേജ് എനിക്ക് അറിയാൻ പറ്റും. അത് റിയൽ ടൈമായിട്ട് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആർഡിനോ ഹാസ് സംതിങ് ബിൽറ്റ് ഇൻ കോൾഡ് എ സീരിയൽ മോണിറ്റർ. അതായത് ആർഡിനോയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത് ആർഡിനോയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മാത്രമല്ല മറ്റ് ഡിവൈസുകളിലേക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും. പണ്ട് RS-232 എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നമ്മൾ TTL എന്നൊക്കെ പറയുന്നു. ഇതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് റിയൽ ടൈമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും ഓരോ പോയിന്റിലുള്ള വാല്യൂസ്. ഇതിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം. യു ക്യാൻ ബിൽഡ് യുവർ ഓൺ ഓസിലോസ്കോപ്പ്. ഈ ആർഡിനോയ്ക്ക് ADC ഉണ്ട്. ഈ ADC 0 to 5 വോൾട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പ്രോബ് കണക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ഡേറ്റ നിങ്ങൾ സീരിയലായിട്ട് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്താൽ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. നമുക്ക് അതിനകത്ത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ യു ക്യാൻ ആക്ച്വലി പ്ലോട്ട് വോൾട്ടേജ് ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. അത് വളരെ ഹെൽപ്ഫുൾ ഒരു ഫീച്ചറാണ്. ഇതിനൊക്കെ സഹായിക്കുന്നത് സീരിയൽ മോണിറ്ററാണ്. അതേപോലെ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ ഡീബഗ് ചെയ്യാൻ, അതായത് എന്തെങ്കിലും എറർ വന്നോന്ന് അറിയാനും നമ്മൾ ഉപയോഗിക്കുന്നത് സീരിയൽ മോണിറ്റർ തന്നെയാണ്. എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുള്ളൂ. തിരിച്ച് സ്ലൈഡിലേക്ക് വരികയാണ്. സീരിയൽ മോണിറ്റർ ഓപ്പൺ ആകുമ്പോൾ പ്രസന്റ് ആവുന്നതേ ഉള്ളൂ. ഓപ്പൺ ആകുമ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ ആണ്. നമുക്ക് ഈ ടൈം എന്ന് എഴുതിയേക്കുന്നതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഡീബഗ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ റീഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് അതിൻ്റെ ഔട്ട്പുട്ടിനെ പ്രൊജക്ട് ചെയ്യേണ്ട സംവിധാനം അതിനകത്ത് ബിൽറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ടെമ്പറേച്ചർ സെൻസറിന്റെ ഉദാഹരണം വെച്ച് പറയാം. ഇത് ഞാൻ LM35 പലർക്കും സുപരിചിതമായ ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് ഇറക്കുന്ന ഒരു ടെമ്പറേച്ചർ സെൻസറാണ്. ഇതിനകത്ത് എനിക്ക് 10 മില്ലി വോൾട്ട് ആണ് 1 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നത്. ഇത് നമുക്ക് നേരെ ആർഡിനോയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം നമുക്കൊരു മുട്ട വിരിക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മുട്ട വിരിക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. ഇത് ആർഡിനോ യൂനോ ഉപയോഗിച്ചേക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സെൻസർ, ഇത് റിലേ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ലൈറ്റ് ഓൺ ഓഫും ചെയ്യാനായിട്ട്. ഇതിനകത്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്ത് ഇവിടെ ഞാൻ LM35 DHT11 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. DHT11 ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യും. എന്നിട്ട് നമുക്ക് ആർഡിനോന്ന് നേരെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 16:2 ഡിസ്പ്ലേയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കറക്റ്റ് ടെമ്പറേച്ചർ എത്രയാണെന്നും ഹ്യൂമിഡിറ്റി എത്രയാണെന്നും അറിയാൻ പറ്റും. ഇത് കൂടാണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും SG90 എന്നൊരു സംവിധാനം എന്താണെന്നുള്ളത്, അതും കൂടെ പറഞ്ഞു പോകാം.
നമ്മൾ മുട്ട വിരിക്കുന്ന ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. കോഴിമുട്ട വിരിയുന്നത് 99.5 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിൾ ഒരു കൺട്രോൾ, ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ വെക്കുകയാണെന്ന് കരുതുക. 99.5 ഡിഗ്രി ഫാരൻഹീറ്റ് എത്തുമ്പോൾ ഹീറ്റർ കോയിൽ ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൾബ് ഓഫ് ചെയ്യുന്നു. അതിനേക്കാളും താഴുമ്പോൾ വീണ്ടും ബൾബ് ഓൺ ചെയ്യുന്നു. ഇത് മാത്രം കൊണ്ട് മുട്ട വിരിയില്ല. കാരണം കുറച്ച് ദിവസം കോഴിമുട്ട ഒരു സ്ഥലത്ത് ഇരുന്നാൽ ഒന്ന് അകത്തൊന്ന് ഗ്രോത്ത് തുടങ്ങുമ്പോൾ ഇത് ഭ്രൂണം ഒരു സൈഡിൽ ഒട്ടിപ്പോകും. അതുണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് മുട്ട മാറ്റുന്ന ഒരു സംവിധാനമുണ്ട്. വലിയ ഇൻക്യുബേറ്റേഴ്സിലൊക്കെ വലിയ റാക്കുണ്ട്. തള്ളക്കോഴിയാണെങ്കിൽ തള്ളക്കോഴി മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടും. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളവിടെ സെർവോ മോട്ടർ വെച്ചേക്കുന്നത്. SG90 എന്നുള്ളത് സെർവോ മോട്ടറാണ്. സെർവോ മോട്ടർ 360 ഡിഗ്രി കറങ്ങില്ല, പക്ഷെ നമുക്ക് എത്ര ഡിഗ്രി പോയി എന്നുള്ളത് കൃത്യം ഫീഡ്ബാക്ക് കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോബോട്ടിക് ആം ഉണ്ടാക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഒരു കൈ എത്ര ഡിഗ്രി പോയി എന്ന് അറിയാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റോബോട്ടിക് ആം വെച്ചിട്ട് സർജറി ചെയ്യുന്ന റോബോട്ടിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് കൃത്യമായിട്ട് ആം എത്ര ഡിഗ്രിയിൽ പോയി എന്ന് മനസ്സിലായില്ലെങ്കിൽ ഡോക്ടർ മൂക്ക് ചെറിയുമ്പോൾ ആളുടെ കിഡ്നി മറിച്ചെടുത്തോണ്ട് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതേപോലെ എത്ര ഡിഗ്രി പോയി എന്ന് അറിയാൻ കൃത്യമായിട്ട് ആ ഡിഗ്രി പോയി നിൽക്കുന്ന ടൈപ്പ് മോട്ടറാണ് സെർവോ മോട്ടർ. നമ്മൾ അതും ആ പ്രോജക്റ്റിനകത്ത് യൂസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഞാൻ മൂവിങ് ഓൺ ടു സ്ലൈഡ്. ഞാൻ കോമൺ സെൻസേഴ്സ് എന്താണെന്നും അതുകൊണ്ട് എങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ഓടിച്ച് പറയുന്നതിന്റെ ഭാഗമായിട്ട് ഇത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. കണ്ടിന്യൂ ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസ്പ്ലേ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ്. ഈ 7 സെഗ്മെന്റ് ഇതിലേക്ക് ഇന്റർഫേസ് ചെയ്യാം, എന്നിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പല കോളേജസിലും ആഡ് ഓൺ വർക്ക്ഷോപ്പ് പോലെ റോബോട്ടിക്സും ആർഡിനൊക്കെ പഠിപ്പിക്കാൻ പോകാറുണ്ട്. അപ്പം നമ്മൾ ഈ ഓരോ പിന്നും ഇൻപുട്ടും ഔട്ട്പുട്ടും ആക്കുന്നതും ഓണും ഓഫും ആക്കുന്നതും കുട്ടികളെ ഫെമിലിയർ ആക്കാൻ വേണ്ടി ചെയ്യിക്കുന്ന ഒരു എക്സസൈസ് ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് വരുത്തിക്കുക എന്നുള്ളതാണ്. ആർഡിനോയിൽ ഓരോ പിന്നും ഓണോ ഓഫോ ആക്കി പ്രോഗ്രാം ചെയ്തവർ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവരെ കൊണ്ട് കാസ്കേഡ് ചെയ്തിട്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ശരി. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ആ ഒരു പ്രോസസ് ഫോളോ ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ പതുക്കെ ഒരു അലാം സിസ്റ്റം കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ 2 സ്വിച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഈ ചെയ്ത് പരിചയപ്പെടാൻ അത് നല്ലൊരു ഹെൽപ്ഫുൾ ടൂളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. LED ബ്ലിങ്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് 5 പ്രാവശ്യം LED ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫ് ആവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളൊരു ലൂപ്പോടെ പഠിക്കും, 4 ലൂപ്പ് എന്ന ലൂപ്പോടെ പഠിക്കും. അത് കഴിഞ്ഞ് പിന്നീട് പഠിപ്പിക്കുന്നത് ഒരു ക്ലോക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നുള്ള രീതിയാണ്. ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഒരു 4 എണ്ണം വെച്ചിട്ട് ഒരു 24 hour ക്ലോക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. പിന്നെ 2 ബട്ടൺ വെച്ചിട്ട് ഈ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. പിന്നെ ഒരു ബസറും കൂടെ വെച്ചിട്ട് ഈ ക്ലോക്കിനെ കൊണ്ട് അലാം പഠിപ്പിക്കാൻ പഠിക്കും. ഈ ഒരു പ്രോസസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് പഠിക്കും, ലൂപ്പ് എന്താണെന്ന് പഠിക്കും, സ്വിച്ച് നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാൻ പഠിക്കും. അങ്ങനെ വേണമെങ്കിൽ ഒരു അഡീഷണൽ ടെമ്പറേച്ചർ സെൻസറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അനലോഗ് റീഡ് ചെയ്യുന്നതും കൂടെ പഠിച്ച് അതിൻ്റെ ടെമ്പറേച്ചറും കൂടെ ആ ഡിസ്പ്ലേ കാണിക്കുന്ന രീതിയിൽ ചെയ്യാം. മൂവിങ് ഓൺ ടു ദ സ്ലൈഡ്സ്. നമുക്ക് ആഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ 16:2 ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ആഡിയോയിൽ 6 വയർ മതി. ഈ 2 ഈ റെഡും ബ്ലാക്കും കാണുന്നത് പവർ ലൈൻസ് ആണ്. ബാക്കിയുള്ള 6 ഡേറ്റ, 4 ഡേറ്റയും 2 കൺട്രോൾ ലൈൻസും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് കുറച്ച് വരുന്നുണ്ട്, ഐസ്കോൾ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ബോർഡ്സ് അവൈലബിൾ. അപ്പൊ 2 വയർ കൊണ്ട് മാത്രം നമുക്ക് ഒരു ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ സർക്യൂട്ട് ഇങ്ങനെയാണ്, കാണാൻ വേണ്ടി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ സെർവോ മോട്ടറാണ്. ഈ സെർവോ മോട്ടർ കൊണ്ട് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. സെർവോ മോട്ടർ എത്ര ഡിഗ്രി പോകണമെന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന മോട്ടോഴ്സാണ്. അപ്പോൾ ഈ സെർവോ മോട്ടറിന്റെ ഹെഡിൽ ഒരു അൾട്രാസോണിക് സെൻസർ മൗണ്ട് ചെയ്താൽ, ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ആ വാല്യൂ കമ്പ്യൂട്ടർ കൊണ്ട് പ്ലോട്ട് ചെയ്താൽ റഡാറായി ഒരു സ്വൈപ്പ് ഉണ്ടാവും. എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നാൽ ഈ 180 ഡിഗ്രി വ്യൂവിൽ എവിടെയാണ് ഒബ്ജക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു കതവിനെ അകത്തുനിന്ന് ലാച്ച് ചെയ്യണം, അതിന് സെർവോ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും. റോബോട്ടിക് ആമിന്റെ 5 ജോയിന്റ്സ്, ഈ ഷോൾഡർ ജോയിന്റ്, എൽബോ ജോയിന്റ്, റിസ്റ്റ് ജോയിന്റ്, എൻഡ് എഫക്ടർ, ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് സെർവോ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പ്രോജക്റ്റ് കണ്ടിരുന്നു. നമ്മൾ ക്രോം ബ്രൗസർ അല്ലേ കമ്പ്യൂട്ടറിന്റെ, അതിനകത്ത് നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോൾ നമുക്കൊരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിനോസർ വരാറുണ്ടല്ലോ. അപ്പോൾ ഡിനോസറിന് സ്പേസ് ബാർ ഞെക്കുമ്പോഴാണ് ചാടുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രോജക്റ്റ് കണ്ടത്, ഒരു LDR സ്ക്രീനിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഓബ്സ്റ്റക്കിൾ കാണാൻ പറ്റുമല്ലോ. അന്നേരം സെർവോ മോട്ടർ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഈ സ്പേസ് ബാർ ഞെക്കുന്നു. അപ്പോൾ തന്നെ കളിക്കുന്ന ഒരു ഗെയിമായി മാറിയ രസകരമായ ഒരു പ്രോജക്റ്റും കണ്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് കൗതുകം തോന്നിയുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സെർവോ മോട്ടർ നമുക്ക് ആഡിയോയിലോട്ട് കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആഡിയോനോ പൾസ് വിത്ത് മോഡുലേഷൻ PWM ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ആ PWM വെച്ച് നമുക്ക് സെർവോ മോട്ടർ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഒരു സാധാരണ DC മോട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്ക്രീനിലേക്ക് വരികയാണ്, സ്ലൈഡിലേക്ക് വരികയാണ്. നമുക്ക് മോട്ടർ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിയുടെ ട്രാൻസ്ഫറായിട്ട് ഇന്റർഫേസ് ചെയ്യാം. ആഡിയോയ്ക്ക് ബിൽറ്റ് ഇൻ PWM നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആഡിയോയ്ക്ക് ബിൽറ്റ് ഇൻ PWM പിൻസ് ഉണ്ട്. അപ്പോൾ PWM സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ പറ്റും. ഇത് സിമ്പിൾ സർക്യൂട്ട് ആണ്. ഇലക്ട്രോണിക്സിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആഡിയോനോ വെച്ച് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ റോബോട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീൽഡ് റോബോട്ട് അല്ലെങ്കിൽ റോവർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ വളരെ നിസ്സാരമായിട്ട് ഇത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വാട്ട് ഇഫ് നിങ്ങൾക്ക് മോട്ടർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റൊട്ടേറ്റ് ചെയ്യണം എങ്കിൽ നമുക്കൊരു മോട്ടർ ഡ്രൈവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, H ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡ്രൈവറാണ് L293D, നമുക്ക് അത് ഉപയോഗിച്ച് മോട്ടറിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആഡിയോനോ എന്ന് 2 സിഗ്നൽസ് മാത്രം മതി, ഈ രണ്ട് ലീഡ്സിലേക്കും. നമ്മളിത് ഞാൻ ഇത് കുറച്ച് ജനറൽ ഓഡിയൻസിനുള്ള ടോക്ക് ആയതുകൊണ്ട് പൾസ് വിത്ത് മോഡുലേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് പോകാം. നമുക്ക് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിജിറ്റൽ ആരും ഒരാളെ കൈ ഉയർത്തി. രാഹുൽ സാർ, ഞാൻ ഷാനിദാണ്. യു ആർ ഡൂയിങ് ദിസ് ജോബ് വെൽ. എനിവേ, എനിക്കുള്ള ഡൗട്ട്, ഈ സ്റ്റെപ്പർ മോട്ടർ ഇന്റർഫേസും അതേപോലെ സെർവോ മോട്ടർ ഇന്റർഫേസും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പർ മോട്ടറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സ്റ്റെപ്പർ മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി വെച്ച് മൂവ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, സ്റ്റെപ്പർ മോട്ടറിന് 360 ഡിഗ്രി കറങ്ങാനും പറ്റും. നമുക്ക് കറക്കിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. ഒരു 3D പ്രിന്ററിന്റെ ബെഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര മൂവ് ചെയ്തു എന്ന് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ചെറിയൊരു ഡൗൺ സൈഡ് എന്താണെന്ന് അറിയാമോ? ഒന്ന് പവർ പോയിട്ട് വന്നാൽ നമുക്ക് എവിടെ നിന്നാണ് ഇതിന്റെ അബ്സല്യൂട്ട് പൊസിഷൻ നമുക്ക് അറിയത്തില്ല. നിൽക്കുന്ന പൊസിഷനിൽ പൾസ് കൊടുത്താൽ ഓരോ പൾസ് അനുസരിച്ച് ഇത് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നിൽക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ എപ്പം നോക്കിയാൽ ഇത് 45 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമുക്കൊരു പ്രിന്ററിന്റെ ഹെഡിനോ അതേപോലെ നമുക്ക് ഒരു CNC മെഷീനോ അല്ലെങ്കിൽ ഡ്രില്ല് മൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. കാരണം 3D പ്രിന്റർ ഓൺ ആകുമ്പോൾ ഇതിന്റെ എല്ലാ ഹെഡും വന്നിട്ട് ഒരു ലിമിറ്റ് സ്വിച്ചിൽ വന്ന് ടച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ആ 0 പൊസിഷൻ കിട്ടി. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇൻക്രിമെന്റ് ചെയ്താൽ മാത്രം മതി. പക്ഷെ റോബോട്ടിക് ആമിന് അത് പറ്റത്തില്ല. റോബോട്ടിക് ആം എവിടെ നിന്നാലും കറക്റ്റ് 45 ഡിഗ്രി തന്നെ വന്ന് നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പർ മോട്ടർ കൊണ്ട് ഓരോ പ്രാവശ്യം ഓൺ ആക്കുമ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കൊണ്ട് ലിമിറ്റ് സ്വിച്ച് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ സെർവോ മോട്ടറിന്റെ പ്രത്യേകത, സെർവോ മോട്ടർ 360 ഡിഗ്രി കറങ്ങത്തില്ല. അത് 270 ഡിഗ്രി ഒക്കെ മാക്സിമം റൊട്ടേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ പൾസിന്റെ വിട്ട് അനുസരിച്ച് കൃത്യമായ ഡിഗ്രി പോയി നിൽക്കും. 60 ഡിഗ്രി പോയി നിൽക്കാൻ പറഞ്ഞാൽ കറക്റ്റ് 60 ഡിഗ്രി തന്നെ പോയി നിൽക്കും. നമ്മൾ കൈ കൊണ്ട് പിടിച്ച് തിരിച്ചാൽ പോലും തിരിച്ചത് വന്ന് ആ പൊസിഷനിൽ തന്നെ നിൽക്കും. ഇത് ഇപ്പുറത്ത് നിന്നാലും തിരിച്ച് 60 ഡിഗ്രി തന്നെ അത് പോയി നിൽക്കുകയും ചെയ്യും. അതാണ് സെർവോ മോട്ടറും സ്റ്റെപ്പർ മോട്ടറും തമ്മിലുള്ള വ്യത്യാസം. സാറിന് ക്ലിയർ ആയോ? കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോളൂ. സ്റ്റെപ്പർ മോട്ടർ വെച്ച് നമ്മൾ മറ്റേ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ ഓർഡിനോ വെച്ച് ഇത് ചെയ്യുമ്പോൾ അത് വാട്ട് സോർട്ട് ഓഫ് ആൻ ഇംപ്രൂവ്മെന്റ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദയർ എന്നുള്ളതാണ്. ഒരു ഇതിനു മുമ്പ് ചെയ്തത് സാർ എന്ത് വെച്ചിട്ടായിരുന്നു? മൈക്രോ പ്രൊസസർ വെച്ചിട്ട് 85, 86 ഒക്കെ ഉണ്ട്. 85, 86 വെച്ചിട്ട്. സാറിന് ആ കിറ്റിന് എത്ര രൂപയാവും വാങ്ങിക്കാനായിട്ട്? വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 300 രൂപയ്ക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ആഡിയോനോ കൊണ്ട് ചെയ്യുന്നുള്ള വ്യത്യാസം. പിന്നെ മാത്രമല്ല നമുക്കൊരു പ്രോഡക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തു വിടാൻ പറ്റും. അതായത് മറ്റേ നമ്മളെ ഈ സൈസ് വളരെ ചെറുതായിരിക്കും എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള. സൈസ് വളരെ ചെറുതായിരിക്കും. ഇപ്പൊ എനിക്കൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു വിടണമെങ്കിൽ പ്രൈസ് ഒരു വലിയ പോയിന്റ് ആണ്. അപ്പൊ ഒരു മൈക്രോ പ്രോസസർ ഉപയോഗിക്കണമെങ്കിൽ ഇതിപ്പോ 805, 8085 ഉപയോഗിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ 8086 ഉപയോഗിക്കണമെന്നായിരിക്കും. ആ പ്രോസസറിന്റെ കൂടെ എനിക്ക് റാം വെക്കണം, മെമ്മറി വെക്കണം. ഇതെല്ലാം ബിൽറ്റ് ഇൻ ആയിട്ട് മൈക്രോ കൺട്രോളറിനകത്തുണ്ട്, ആർഡിനോയ്ക്കകത്തുണ്ട്. ഒറ്റ IC മാത്രം മതി. ഇത്രയുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഇത്രയുള്ള ഒരു ബോർഡിൽ സാറിന് കാര്യം തീരും. അതിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് റാമും ബിൽറ്റ് ഇൻ ആയിട്ട് പ്രോഗ്രാം മെമ്മറിയും ബിൽറ്റിനകത്ത് ഈ പ്രോം മെമ്മറി എല്ലാം ഉണ്ട്. യു ഡോണ്ട് ഹാവ് ടു ആഡ് എനി പെരിഫറൽസ്.
പക്ഷേ നമ്മൾ മൈക്രോ പ്രോസസർ കിറ്റിനകത്ത് യു നീഡ് ആഡ് എ ലോട്ട് ഓഫ് പെരിഫറൽസ് ഫോർ ദിസ് ടു സ്റ്റാർട്ട് വർക്കിംഗ്. അതാണ് എൻ്റെ ഒരു ഡിഫറൻസ്. കണ്ടിന്യൂ ചെയ്യട്ടെ സാർ. അല്ല സാറേ, ലൈഫ് എങ്ങനെയാ സാറേ ആർഡിനോയുടെ? ലൈഫ് സാധാരണ ഇതിൽ ഇതിനെ കൊല്ലാൻ വലിയ പാടാണ്. പക്ഷേ എല്ലാ ഈ ഫ്ലാഷ് മെമ്മറീസിൽ ഉള്ളതുപോലെ ഇതിന്റെ പ്രോഗ്രാം മെമ്മറി നമുക്ക് പെൻഡ്രൈവിനൊക്കെ ആ പ്രോബ്ലം ഉണ്ട്. 1 മില്യൺ റൈറ്റ് സൈക്കിൾസേ പറ്റുള്ളൂ. ആ പ്രോഗ്രാം അതിന്റെ മെമ്മറി ഇറേസ് ചെയ്തു വീണ്ടും റൈറ്റ് ചെയ്തു. 1 മില്യൺ ടൈംസേ പറ്റുള്ളൂ. സാധാരണ ഇതിൽ അങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും കഷ്ടപ്പെട്ട് അതിനെ കൊല്ലാൻ പറ്റുകയാണെങ്കിൽ കൊന്നോളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഈ സ്ക്വയർ പ്രോ മെമ്മറി ഉണ്ട്, അത് നമുക്ക് ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. നമ്മൾ ഇതിന്റെ ഈ സ്ക്വയർ പ്രോ മെമ്മറിക്കകത്തും ഈ സെയിം 1 മില്യൺ റീഡ് റൈറ്റ് 1 മില്യൺ റൈറ്റ് സൈക്കിൾസ് എന്നൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു കാറിന്റെ സ്പീഡോമീറ്റർ ഡിസൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓഡോമീറ്റർ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഞാൻ അതിന്റെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്താൽ, അതായത് ഓരോ 100 മീറ്റർ കൂടുമ്പോഴും ഞാൻ അതിന്റെ പെർമനന്റ് മെമ്മറി സ്റ്റോർ ചെയ്താലുള്ള ഗുണം എപ്പോൾ പവർ പോയാലും എനിക്ക് വാല്യൂ നഷ്ടം ഉണ്ടാകത്തില്ല. പക്ഷെ ഈസിലി 1 മില്യൺ റീഡ് റൈറ്റ് സൈക്കിൾ എക്സീഡ് ചെയ്യും. 1 മില്യൺ റീഡ് റൈറ്റ് സൈക്കിൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന SSD ഹാർഡ് ഡിസ്ക് ഇല്ലേ, SSD ഹാർഡ് ഡിസ്കിനെ കുറിച്ചും ഇത് സെയിം കാര്യം പറയാറുണ്ട്. അതായത് നമ്പർ ഓഫ് റൈറ്റ് സൈക്കിൾസ് ലിമിറ്റഡ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു ഓൺബോർഡ് മാനേജ്മെന്റ് തന്നെ അതിന്റെ മെമ്മറി ലൊക്കേഷൻ അങ്ങോട്ട് റീഅലോക്കേറ്റ് ചെയ്യും പലപ്പോഴും. അതുകൊണ്ട് റീഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പകുതി സ്പേസ് എങ്കിലും ഹാർഡ് ഡിസ്കിൽ ബാക്കി നിർത്തിയാൽ ഹാർഡ് ഡിസ്കിന്റെ ലൈഫ് ഒരുപാടങ്ങ് കൂടും. നമ്മൾ ഈ ഹാർഡ് ഡിസ്കിന് 90% ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ് സൈക്കിൾസ് ലിമിറ്റഡ്. അപ്പോൾ അതേ പ്രോബ്ലം തന്നെയാണ് ഇതിനുള്ളത്. ആ ഒരു ലിമിറ്റേഷനേ ഉള്ളൂ. പിന്നെ ഇത് ഡാമേജ് ആകുന്നത് ഓവർ വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. ഇപ്പൊ നമ്മുടെ നേരത്തെ നമ്മൾ മോട്ടോർ ഡ്രൈവറിനകത്തൊരു ഡയോഡ് ഇട്ടേക്കുന്ന പടം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ഫ്രീ വീലിംഗ് ഡയോഡ് ഇടാതിരുന്നിട്ട് മോട്ടർ ഇത് വെച്ച് ഓൺ ചെയ്തിട്ട് തിരിച്ച് ഇതിനകത്തോട്ട് പവർ സപ്ലൈ കയറി വന്നിട്ടൊക്കെ കത്തിപ്പോകാറുണ്ട്. അല്ലാണ്ട് സാധാരണ ഇതിൽ ചീത്താവാറില്ല. ഞാൻ അത് ആർഡിനോ എന്നല്ല, ഒരു മൈക്രോ കൺട്രോളർ ചെയ്താറില്ല. ഞാൻ ആദ്യമായിട്ട് മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യുന്ന പിക്ക് എന്ന് പറഞ്ഞൊരു മൈക്രോ കൺട്രോളറാണ്, പിക്ക് 16F84. അത് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സമയത്ത് ഒരാൾ പരിചയപ്പെടുത്തിയിട്ട്, ഹാം റേഡിയോ എന്തൂസിയാസ്റ്റ് പരിചയപ്പെടുത്തി ചെയ്തതാണ്. ആ പിക്ക് ആദ്യം ഞാൻ ചെയ്ത പിക്കിനെ ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമായിട്ട് അതിന്റെ പേരൊക്കെ ഇട്ട് വിളിച്ചു, അപ്പൂപ്പൻ പിക്ക് എന്നാ വിളിച്ചത്. ആ അപ്പൂപ്പൻ പിക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പോഴും അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൂപ്പൻ പിക്ക് ഇതുവരെ ചത്തിട്ടില്ല. അത് ഒരു 2004 കഥയാണ്, 20 കൊല്ലമായി. അപ്പോൾ അങ്ങനെ അതിനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരി, അത് ഞാൻ കണ്ടിന്യൂ. അപ്പോൾ ഞാൻ PWM എന്താണെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. PWM നമുക്ക് ഓണും ഓഫും ചെയ്യുന്നത് കാരണം നമുക്ക് ഒരു മോട്ടറിലേക്ക് പോകുന്നതിന്റെ പവർ കുറയ്ക്കുകയോ LED-യുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. മോട്ടോർ സ്പീഡ് കൺട്രോളിനൊക്കെ വളരെ നന്നായിട്ട് പറ്റും. ആർഡിനോയ്ക്ക് ബിൽറ്റ് ഇൻ ഹാർഡ്വെയർ ഉണ്ട് PWM ജനറേറ്റ് ചെയ്യാനായിട്ട്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒറ്റ ലൈൻ കോഡ് എഴുതിയാൽ, അതായത് ഫുൾ ആർഡിനോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഒരൊറ്റ ലൈൻ കോഡ് എഴുതിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൈറ്റ്നസ്സിൽ LED ആക്കാൻ പറ്റും. അനലോഗ് റൈറ്റ് എന്നാണ് കോഡിന്റെ പേര്. അനലോഗ് റൈറ്റ് ബ്രാക്കറ്റിൽ 8 ബിറ്റിനകത്തുള്ള എന്ത് വാല്യൂ, 0ക്കും 255 ഇടയ്ക്കുള്ള എന്ത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഇന്റൻസിറ്റി ലൈറ്റ് വരും, PWM ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ശരി, കണ്ടിന്യൂ ആണ്. നമുക്ക് RTC അഥവാ റിയൽ ടൈം ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് എംബെഡ് ചെയ്താൽ നിങ്ങൾക്ക് പവർ പോയി കഴിഞ്ഞാലും ദിസ് വിൽ കീപ് ട്രാക്ക് ഓഫ് ടൈം. നമ്മുടെ ബയോസിനകത്തൊക്കെ ഉള്ള സെയിം സാധനമാണ്. DS 1308 പോലുള്ള ഒരുപാട് ICs അവൈലബിൾ ആണ്. അത് ഇതിനകത്ത് ഇന്റർഫേസ് ചെയ്യാൻ പറ്റും എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് സ്ലൈഡ് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ആർഡിനോയ്ക്ക് ഒരുപാട് ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് സെൻസേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റ് സീരിയലായിട്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്ന സീരിയൽ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് SPI കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ SPI കമ്മ്യൂണിക്കേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ പറയാം. നമ്മുടെ SPI കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത് മാസ്റ്റർ ഇൻ സ്ലേവ് ഔട്ട് എന്നൊരു പിന്നെ മാസ്റ്റർ ഔട്ട് സ്ലേവ് ഇൻ. അതായത് ഇപ്പൊ എനിക്കൊരു ഡിവൈസ് ആണ്, ഇതൊരു മാസ്റ്റർ ആണ്, ഇതൊരു സ്ലേവ് ആണെങ്കിൽ ഈ മാസ്റ്റർ സ്ലേവിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. നമ്മുടെ മെമ്മറി കാർഡില്ലേ, ഫോണിനകത്ത് ഇടുന്ന മെമ്മറി കാർഡ്, അത് SPI പ്രോട്ടോകോളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഇതെനിക്ക് നേരെ എനിക്ക് ആർഡിനോ ബോർഡിൽ കണക്ട് ചെയ്യാം. ഒന്നിൽ അതിന്റെ അഡാപ്റ്റർ വെച്ച് കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നേരെ വയർ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്താലും മതി. അപ്പോൾ ആർഡിനോ വെച്ച് SD കാർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് SD കാർഡിനകത്തുള്ള ഇമേജസ് ലോഡ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേയിൽ. SD കാർഡിനകത്തുള്ള സൗണ്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഒരു ഡേറ്റ ലോഗർ ഉണ്ടാക്കാൻ പറ്റും. ഒരു SD കാർഡും ഒരു ആർഡിനോ ബോർഡും ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഡേറ്റ ലോഗർ ഉണ്ടാക്കി കഴിഞ്ഞു. അത് സേവ് ചെയ്യുമ്പോൾ CSV ആയിട്ട് സേവ് ചെയ്യാനും കൂടെ നിങ്ങൾ അതിനകത്ത് പ്രോഗ്രാം ചെയ്താൽ ഇത് നേരെ ഊരി കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് എക്സൽ ഓപ്പൺ ആകുകയും ചെയ്യും. ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ SPI ഡിവൈസസ് ഒരുപാട് ടൈപ്പ് SPI ഡിവൈസസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ആക്സലറോമീറ്റേഴ്സ് ഉണ്ട്,
അതേപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ ഉള്ള ADCs ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ RTC ഉണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഡിവൈസസ് നമുക്ക് എക്സ്റ്റേണലി ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിലധികം ആർഡിനോനെ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് നമുക്ക് ഈ SPI പ്രോട്ടോകോൾ ഉപയോഗിച്ച് പറ്റും. ഞാൻ അടുത്തതിലേക്ക് പോവാണ്. നമുക്ക് SPI കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് I2C കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. I2C യുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 2 വയർ കൊണ്ട് നമുക്ക് ഒട്ടനവധി ഡിവൈസസ് നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ട് അതിനകത്ത് തന്നെ ഡിസ്പ്ലേ വെക്കാൻ പറ്റും, ആക്സിലറോമീറ്റേഴ്സ് വെക്കാൻ പറ്റും, മെമ്മറി ലൊക്കേഷൻസ് വെക്കാൻ പറ്റും, വേറെ ഡിവൈസസ് റാസ്ബെറി പൈയോ വേറെ ആർഡിനോ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർഡിനോ ടോട്ടൽ നമ്പർ ഓഫ് പിൻ എക്സോസ്റ്റഡ് ആയി പോകത്തില്ല നമ്മൾ എത്ര സെൻസേഴ്സ് ഉപയോഗിച്ചാലും. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതിന് സാധ്യമാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. SPI ആണെങ്കിൽ ഓരോ ഡിവൈസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി ചിപ്പ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ചിപ്പ് സെലക്ട് ഓൺ ആണെങ്കിലേ ഫസ്റ്റ് ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ, ചിപ്പ് സെലക്ട് ഓൺ ആയാലേ സെക്കൻഡ് ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ I2C അങ്ങനെയില്ല. നമുക്ക് എത്ര ഡിവൈസ് ഓൺലൈൻ കണക്ട് ചെയ്യാം, ഓരോ ഡിവൈസിന് യൂണീക്ക് അഡ്രസ് ഉണ്ട്, അത് ആർഡിനോ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ് അവൈലബിൾ ആണ്. കുറേ ദിവസം മുമ്പ് പ്രദീപ് സാർ ഈ സെയിം വയർലെസ് മൊഡ്യൂൾ വെച്ചിട്ടുള്ള സർക്യൂട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് FSK ASK മോഡ്യൂൾസ് ആയിട്ട് അവൈലബിൾ ആണ്. ഇത് എനേബിൾ ചെയ്താൽ നമുക്ക് ആർഡിനോ ബോർഡ് കൊണ്ട് വളരെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനോ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനോ വയർലെസ് കമ്മ്യൂണിക്കേഷനോ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇരിക്കുന്നത്, അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പടം NRF24L എന്നൊരു മൈക്രോ കൺട്രോളറാണ്, ഒരു വയർലെസ് മൊഡ്യൂളാണ്. അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സെൻസർ റീഡ് ചെയ്യുന്ന വാല്യൂ വയർലെസ് ആയിട്ട് നമുക്ക് അതിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഒട്ടനവധി ആപ്ലിക്കേഷൻ ഉണ്ട് ഈ വയർലെസ് മൊഡ്യൂൾസ് ആർഡിനോയായിട്ട് ഇന്റർഫേസ് ചെയ്യുന്നത് കാരണം. നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വെച്ച് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. വീട്ടിലെ അപ്ലയൻസസ് മുതൽ കളിപ്പാട്ടം കാർ വരെ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഡേറ്റ ബ്ലൂടൂത്തിൽ അറിയാൻ പറ്റും. അപ്പം ബ്ലൂടൂത്ത് പലപ്പോഴും ഫോണിൽ നമുക്ക് റെഡി അവൈലബിൾ ഒരു ടെക്നോളജി ആയതുകൊണ്ട് നമുക്ക് നേരെ ആർഡിനോയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സംവിധാനമുണ്ട്. നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എത്ര പേര് ലോറയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് പരിചയപ്പെടുത്താനും കൂടെ വേണ്ടി ആ സ്ലൈഡ് വെച്ചത്. ഇപ്പോൾ വളരെയധികം പോപ്പുലർ ആവുന്ന ഒരു ടെക്നോളജിയാണ് ലോറ അഥവാ ലോങ് റേഞ്ച് ട്രാൻസ്മിഷൻ. അത് വളരെ ലോ പവറിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ബാൻഡ്വിഡ്ത്ത് അല്പം കുറവാണ്, എന്നാലും നമുക്ക് ടെക്സ്റ്റൽ ഡേറ്റയൊക്കെ വളരെ സുഖമായിട്ട് 10 കിലോമീറ്റർ വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ വയർലെസ് സെൻസർ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് നേരിട്ട് ആർഡിനോയായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ആർഡിനോയായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ലെങ്കിലും അതൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് ടെക്നോളജി ആയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ബാക്ക് ടു ദ സ്ലൈഡ്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഇതിനൊരു പ്രോഗ്രാമിംഗ് ലോജിക്ക് വരുന്നതെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മളൊരു സോളാർ PV സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സോളാർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് പാനൽ വോൾട്ടേജ് ആണ്, 2 ബാറ്ററി വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ പാനൽ വോൾട്ടേജ് എക്സീഡ് ചെയ്യാൻ പാടില്ല, ബാറ്ററി വോൾട്ടേജ് ആക്ച്വൽ വോൾട്ടേജിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു ചാർജ് കൺട്രോളർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും, ഒരു സിമ്പിൾ ചാർജ് കൺട്രോളർ. ഞാൻ MPPT-ലോട്ടൊന്നും പോകുന്നില്ല, ഒരു സിമ്പിൾ ചാർജ് കൺട്രോളർ. അപ്പോൾ സോളാർ പാനൽ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു വോൾട്ടേജ് ഡിവൈഡർ ഇട്ടിട്ട് ആ 12 വോൾട്ടിനെ അല്ലെങ്കിൽ 19 വോൾട്ടിനെ അല്ലെങ്കിൽ ഹയർ വോൾട്ടേജിനെ 5 വോൾട്ട് റേഞ്ചിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ആർഡിനോയെ കൊണ്ട് സുഖമായിട്ട് ആ പാനൽ വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. നമുക്കൊരു മോസ്ഫെറ്റ് വെച്ച് സ്വിച്ച് ഓൺ ഓഫും ചെയ്യണം. നമ്മുടെ ആർഡിനോ വെച്ച് നമുക്കൊരു മോസ്ഫെറ്റിനെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ റിലേ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യണോ ചാർജ് ചെയ്യണ്ടേ എന്നുള്ളൊരു പാർട്ട് കിട്ടും. നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ഇതേപോലെ ഒന്ന് വോൾട്ടേജ് ഡിവൈഡർ ഇട്ട് ADCയിൽ കണക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ചാർജ് ചെയ്യണം, ട്രിക്കിൾ ചാർജ് ചെയ്യണോ, ഓവർ ചാർജ് കട്ട് ഓഫ് വേണോ, ഓവർ ലോഡ് കട്ട് ഓഫ് വേണോ, അതൊക്കെ നമുക്ക് ആർഡിനോ ചെയ്യാൻ പറ്റും. അതേപോലെ വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കറണ്ട് മെഷർമെന്റിന് ഉപയോഗിക്കുന്ന സെൻസേഴ്സ് ഉണ്ട്. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ നമുക്ക് വളരെ ചീപ്പാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർഡിനോയിൽ നേരിട്ടെടുത്ത് കൊടുക്കാൻ ഉള്ളൊരു സംവിധാനമുണ്ട്. ബാക്ക് ടു ദ സ്ലൈഡ്. നമുക്ക് ആർഡിനോയ്ക്കകത്ത് ഒരു ബിൽറ്റ് ഇൻ അനലോഗ് റെഫറൻസ് പിൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 0 to 5 വോൾട്ട് വരെയാണ് ADC എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു എക്സ്റ്റേണൽ വോൾട്ടേജിലേക്കാണ്
ഉദാഹരണത്തിന് 2.5 വോൾട്ട് റെഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ 2.0 to 2.5 വോൾട്ടിന് എനിക്ക് റീഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് എൻ ഓപ്ഷൻ ഫോർ അനലോഗ് റെഫറൻസ് പിൻ. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ്. നമുക്ക് ചാർജ് കൺട്രോളേഴ്സ്, ചാർജ് മോണിറ്ററിംഗ് സിസ്റ്റംസും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒറ്റ മോസ്ഫെറ്റ് മാത്രം മതിയാവും പലപ്പോഴും. ഒരു ആർഡിനോ ബോർഡും ഒരു മോസ്ഫെറ്റ് ഡ്രൈവർ, ഒരു മോസ്ഫെറ്റും മാത്രം, 2 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ചാർജ് കൺട്രോളേഴ്സ് വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാറുണ്ട്. അതിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, ഇത് ഡിബൗൺസ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഡിക്കേഡ് കൗണ്ടർ എടുത്തോന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ ബേസിക് ഇലക്ട്രോണിക്സിൽ ഡിക്കേഡ് കൗണ്ടർ, എന്നിട്ട് ഒരു സ്വിച്ച് കണക്ട് ചെയ്തു. അപ്പോൾ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം ഈ ഡിക്കേഡ് കൗണ്ടർ ഓൺ ആവുന്നത് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെക്കാനിക്കൽ സ്വിച്ച് ഓൺ ആവുക എന്ന് പറഞ്ഞാലും ശരിക്കും ഒരു മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് റേഞ്ചിൽ 2-3 പ്രാവശ്യം അത് കോണ്ടാക്ട് വരുന്നുണ്ട്. ഓണായി ഇങ്ങനെയാണ് ശരിക്കും ഓൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ഡിബൗൺസിനെ മാറ്റാൻ വേണ്ടിയിട്ട് മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് വെക്കാം. അതേപോലെ തന്നെ ഒരു സ്വിച്ചിന് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് കൊടുക്കാം, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാം, ഒന്നിലധികം സ്വിച്ചിന്റെ കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആർഡിനോ വെച്ച് ബാറ്ററി പവർ ഡിവൈസസ് ഉണ്ടാക്കാൻ പറ്റും. ആർഡിനോ ഹാസ് എ ബിൽറ്റ് ഇൻ സ്ലീപ്പ് മോഡ്. എല്ലാ മൈക്രോ കൺട്രോളറിനും ഉള്ളതുപോലെ സ്ലീപ്പ് മോഡ് എന്നൊരു മോഡുണ്ട്. അപ്പോൾ ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി എല്ലാ പ്രോസസ്സും നിർത്തിയിട്ട് ഇത് വളരെ കുറച്ച് പവർ മാത്രം കൺസ്യൂം ചെയ്തിട്ട് ഉറങ്ങാൻ പോകും. ഒരു എക്സ്റ്റേണൽ ഒരു ഇൻട്രപ്റ്റ് വന്നാൽ, അതായത് ഒരു ബട്ടൺ ഞെക്കുകയോ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഹൈ ആവുകയോ സീരിയലായിട്ട് ഇൻഫർമേഷൻ കിട്ടുകയോ ചെയ്താൽ മാത്രമേ ആ ഉറക്കത്തിന് ഉണരുള്ളൂ. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാറ്ററി പവേർഡ് ലോ പവർ ഡിവൈസ് ഉണ്ടാക്കാം. എനിക്ക് ഉദാഹരണത്തിന് ഒരു വെയറബിൾ ഡിവൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ഡിജിറ്റൽ വാച്ചാണ്, ഒരു വെയറബിൾ സ്മാർട്ട് വാച്ചാണ്. ഇത് 99% ഉറങ്ങുമായിരിക്കും. ഇതിന്റെ ടൈമർ ഒന്ന് ഓവർഫ്ലോ ആകുമ്പോൾ മാത്രം ഓണെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു 1% ടൈം മാത്രം ഇത് ഫങ്ഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡീപ് സ്ലീപ്പ് മോഡ്സ് അവൈലബിൾ ആണ്. കണ്ടിന്യൂ ചെയ്യാം. ഞാൻ 1-2 സെൻസേഴ്സ് പരിചയപ്പെടുത്താം. നമുക്ക് ID കാർഡൊക്കെ റീഡ് ചെയ്യുന്ന RFID കാർഡ് റീഡേഴ്സ് അവൈലബിൾ ആണ് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇതുകൊണ്ട് പണ്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വരാം. നമുക്ക് പെട്ടെന്ന് തോന്നും നമുക്ക് ID കാർഡ് റീഡ് ചെയ്യുന്ന വെച്ച് ID കാർഡ് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. വീൽ ചെയറിന്റെ അടിയിൽ ഈ കാർഡ് റീഡർ വെച്ചു. അതിനെ ഒരു സ്പെസിഫിക് ടൈലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് RFID കാർഡ് ഒട്ടിച്ചൊട്ടിച്ച് പോയി. അപ്പൊ ഈ വീൽ ചെയർ ഏത് പൊസിഷനിൽ എത്തി എന്നുള്ളത് ഈ തറയെന്ന് ഈ കാർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് പേഷ്യന്റിന് ഒരു കാർഡ് കൊടുത്തു. അപ്പോൾ പേഷ്യന്റ് റിസപ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടറിനെ കാണാനുള്ള ഇത് എൻ്റർ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ബ്ലൈൻഡ് മാൻ ആണെങ്കിലും അത് ചെയ്യാം. കണ്ണ് കാണാത്ത ആൾക്ക് സ്റ്റിക്കിന്റെ അടിയിൽ ഒരു RFID റീഡർ വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. അപ്പൊ സൈഡിൽ കാർഡ് ഉണ്ടാവും. അപ്പൊ ഇന്ന സ്ഥലം എത്തി, റൈറ്റിലേക്ക് ടേൺ ചെയ്യണോ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണോ എന്നുള്ള അലേർട്ട് കൊടുക്കാം. അപ്പൊ യു കൻ ആക്ച്വലി യൂസ് ദാറ്റ് ടു കീപ് ട്രാക്ക് ഓഫ് പൊസിഷൻ ആസ് വെൽ. നമ്മൾ കോളേജിൽ ഉപയോഗിക്കുന്ന അതേ ID കാർഡ് തന്നെയാണ് RFID. ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മൂവിങ് ഓൺ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സിം കാർഡ് ഇടുന്ന മോഡ്യൂൾസ് ഇൻസേർട്ട് ചെയ്യാം. ഇതിനകത്ത് ഏതാണ്ട് 300 രൂപയ്ക്ക് നമുക്ക് 200 രൂപയ്ക്ക് 250 രൂപ 300 രൂപയ്ക്ക് നമുക്ക് സിം ഇടുന്നൊരു മൊഡ്യൂൾ കിട്ടും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോള് വിളിക്കാൻ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വീട്ടിലൊരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനം ചെയ്യാം. എനിക്ക് നേരത്തെ നിങ്ങൾ കേട്ടാണ് ഒരു സൗണ്ട് ഇവിടെ സൈഡിൽ. എൻ്റെ 6 വയസ്സുള്ളൊരു മകനുണ്ട്, 5.5 വയസ്സ്. മകനെ എന്നെയും എൻ്റെ വൈഫിനെയും മാത്രം വിളിക്കാൻ ഒരു ഡിവൈസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആർഡിനോ വെച്ചിട്ടാണ് ചെയ്തത്. 2 ബട്ടണേ ഉള്ളൂ. ഈ പറഞ്ഞ സിം മൊഡ്യൂളാണ്. നമുക്ക് സാധാരണ സിം അതിനകത്ത് ഇടാൻ പറ്റും. ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് കോള് വരും, മോന് സംസാരിക്കാം. വേറൊരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് കോള് പോകും. വേറെ ഒരു ഫോണും ഇല്ല, ഒന്നുമില്ല. ഇതുകൊണ്ട് മറ്റൊരു ഉപയോഗമുണ്ട്. ഈ GSM മൊഡ്യൂൾ, ഈ 200 രൂപയുടെ 250 രൂപയുടെ മൊഡ്യൂൾ, ഇതിനകത്ത് ഈ സിമ്മിനകത്തുള്ള നെറ്റ് നമുക്ക് ആർഡിനോ വഴി യൂസ് ചെയ്യാം. വിച്ച് മീൻസ് നമ്മൾ ഇപ്പോൾ ഒരു റിമോട്ട് ഡിവൈസ് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ എനിക്കൊരു പറമ്പുണ്ട്, കുറേ ദൂരെയാണ്, വീട്ടിനടുത്തല്ല. എനിക്ക് അവിടുത്തെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി, സോയിൽ മോയ്സ്ചറൊക്കെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു തരും. എനിക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പമ്പ് ഓൺ ചെയ്യാം. ഒരു 10 മെസ്സേജ് അയച്ചാൽ 10 മിനിറ്റത്തേക്ക് പമ്പ് ഓൺ ആകും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് പറഞ്ഞ് ടൈം കളയുന്നില്ല. അപ്പോൾ ഏതാണ് നമുക്ക് ടൈമായി വരുന്നു. സ്ലൈഡിൽ കുറച്ചുകൂടി ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആർഡിനോ എന്നൊരു ബോർഡ് പരിചയപ്പെടുത്തുക, പല ടൈപ്പ് സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും കമ്മ്യൂണിക്കേഷൻ ഡിവൈസും അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന പരിചയപ്പെടുത്തുക. ഇത് എങ്ങനെയാണ് ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അത് ഒരു ദിവസം കൂടെ വന്ന് നിങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തരണമെന്ന് എനിക്കുണ്ട്. ആക്ച്വലി ഈ പ്രോഗ്രാമിംഗ് വളരെ എളുപ്പമാണ്. ഒരു 10-15 മിനിറ്റ് ആരെങ്കിലും ഒന്ന് ഇരിക്കാമെങ്കിൽ പഠിക്കാവുന്ന അത്ര ബുദ്ധിമുട്ടുള്ള പ്രോഗ്രാമിങ്ങിന് അതിനുള്ളൂ. പിന്നെ യു ആർ ജസ്റ്റ് ലിമിറ്റഡ് ബൈ യുവർ ഇമാജിനേഷൻ.
ഇത് വെച്ച് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇംപ്ലിമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഗൈഡ് ചെയ്യാൻ പറ്റും. ഇത്രയും നല്ലൊരു ടൂൾ ഇത്രയും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ട് നമ്മളിത് അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയത്. സോ എനി ഡൗട്ട്സ്, എനി ക്വസ്റ്റ്യൻസ്? സാറേ എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സാറിനെ വിളിക്കാൻ പറ്റുമോ സാറേ? മോർ ദാൻ ഹാപ്പി, സന്തോഷമേ ഉള്ളൂ. ഏത് പാതിരാത്രി ആണെങ്കിലും വിളിച്ചോളൂ. സാറിന്റെ നമ്പർ ഇടന്ന് പറയാമോ? 980 ഓക്കെ സാറേ. 980 ഓക്കെ, ഞാൻ 99 21522. ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാമേ. 980 ഇല്ലെങ്കിൽ ജവഹർ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡൈജസ്റ്റ് ഗ്രൂപ്പിനകത്താണെങ്കിൽ ഞാനുണ്ട്. ഗ്രൂപ്പിൽ ഇപ്പൊ വലിയ ആക്റ്റീവ് അല്ല. ഗ്രൂപ്പിന്റെ തുടക്കത്തിൽ കുറച്ച് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ച് നാള് തിരക്ക് കാരണം അതിനകത്ത് സമയം കിട്ടാറില്ല. പേര് വന്നാൽ ഒരുപാട് സന്തോഷം, ആൾക്കാരെ കാണാൻ പറ്റിയത്. ജവഹർ സാറാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. സാറിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഗ്രൂപ്പ് ഫോം ആയത്. സാറിന് ബാക്കിയുള്ളവർക്ക് അത് പ്രയോജനം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സാറ് ഒരുപാട് നാൾ മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞാണിത്, ഇങ്ങനെ പ്ലാൻ ഉണ്ടെന്ന് അത് ചെയ്യണം എന്നൊക്കെ. ഇപ്പോഴെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിങ്ങനെ തുടർന്ന് പോകണം എന്നും കൂടുതൽ ഇൻഫർമേഷൻ ഷെയറിംഗ് സെഷൻസ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. സാർ പറഞ്ഞോളൂ. നെക്സ്റ്റ് ക്ലാസ് ഇനി എന്നായിരിക്കും സാറേ ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവും സാറേ? കണ്ടിന്യൂറ്റി വേണമെങ്കിൽ വെക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രം വേണം സാർ. മോർ ദാൻ ഹാപ്പി, സന്തോഷമുള്ളൂ. അത് നമുക്ക് വെക്കാം, കുഴപ്പമില്ല. നമുക്ക് മാസം 2 or 3 ക്ലാസ് അല്ലെങ്കിൽ മാസം 4 ക്ലാസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പോകാം. അത് നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ റാസ്ബെറി പൈ? ഓക്കെ, രഞ്ജിത്ത് ചോദിച്ച ചോദ്യമാണ്. എന്താണ്, ഞാനത് സത്യം പറഞ്ഞാൽ പറയാൻ വെച്ചിരുന്നു. ഇതൊരു റാസ്ബെറി പൈ ബോർഡാണ്, ഇതൊരു ആർഡ്യൂനോ ബോർഡാണ്. എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ചോദ്യം അല്ലേ? റാസ്ബെറി പൈ ബോർഡ് ഒരു ഫുള്ളി ഫങ്ഷണൽ കമ്പ്യൂട്ടറാണ്. ഞാൻ ഇവിടെ എൻ്റെ ഡെസ്ക്ടോപ്പ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന റാസ്ബെറി പൈ ആണ്. കുറച്ച് അപ്പുറത്ത് ഇത് ചെറിയ സാധനമായിട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു മൂലയിൽ ഇരിക്കുകയാണ്. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് ലാൻ കണക്ട് ചെയ്യാൻ പറ്റും, 4 USB പോർട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും, ഒരു 5 വോൾട്ട് 2 ആംപിയർ പവർ സപ്ലൈ കൊടുത്താൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് 2 വാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫുള്ളി ഫങ്ഷണൽ കമ്പ്യൂട്ടറാണ് റാസ്ബെറി പൈ. റാസ്ബെറി പൈയുടെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്മൻസ് ആണ്. ഇപ്പം ഞാൻ ചില സ്ഥലങ്ങളിൽ പ്രസന്റേഷൻസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ റാസ്ബെറി പൈ മാത്രം എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതിന് വൈഫൈയും ബ്ലൂടൂത്തും എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊരു മൈക്രോ കൺട്രോളറാണ്. ഈ റാസ്ബെറി പൈക്കകത്ത് എനിക്ക് ലിനക്സ് ലോഡ് ചെയ്യാൻ പറ്റും. ലിനക്സ് മാത്രമല്ല, വേറെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ പറ്റും. ഉബുണ്ടു അത് ലിനക്സ് ആണ്. റാസ്ബെറി പൈക്ക് വേണ്ടിയുള്ള റാസ്ബിയൻ, നമുക്ക് മീഡിയ സെന്റർ പോലെ ചെയ്യുന്ന XBMC ഒക്കെ ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആർഡ്യൂനോ ബോർഡ് ഒരു മൈക്രോ കൺട്രോളർ മാത്രമാണ്. ഇതിനകത്ത് വെച്ച് നമുക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റും, ഇതിൻ്റെ സെൻസേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും, ഓരോ പിന്നും പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് അതൊക്കെ പറ്റും. ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് പിന്നുണ്ട്. ഇത് GPIO എന്ന് പറയും, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്ന്. നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ദിസ് ഇസ് ഡിസൈൻ ടു ഫംഗ്ഷൻ ലൈക്ക് എ കമ്പ്യൂട്ടർ. ദിസ് ഇസ് ഡിസൈൻ ടു ഫംഗ്ഷൻ ലൈക്ക് എ സെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പം നമ്മൾ ഇത് കുറച്ചുകൂടെ നമ്മൾ ചിപ്പ് ലെവലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ പിന്നും പോർട്ടും എന്ത് സംഭവിക്കുന്നു, അങ്ങോട്ട് വോൾട്ടേജ് പോകുന്നുണ്ടോ, ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്നു, അതേപോലെ നമ്മൾ സാധനങ്ങൾ ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇതൊരു 300 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ 3000 രൂപയാവും. അപ്പോൾ ഇത് നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ATM മെഷീൻ ഉണ്ടാക്കണം. ആർഡ്യൂനോ ബോർഡിന് ഒരു പ്രോപ്പർ ഡിസ്പ്ലേ കൊടുക്കാൻ പാടാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ലിനക്സ്, ഒരു ഉബുണ്ടു റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുള്ളി ഫങ്ഷണൽ ഒരു മോണിറ്ററും ടച്ച് സ്ക്രീനും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ATM മെഷീൻ ഉണ്ടാക്കാൻ പറ്റും. ഇതിലെ പിൻസ് വഴി നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഡിവൈസ് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും, കീപാഡ് കണക്ട് ചെയ്യാൻ പറ്റും. ആർഡ്യൂനോ കുറച്ചുകൂടെ നമ്മൾ ഇലക്ട്രോണിക് ഹാർഡ്വെയറിന് വേണ്ടി ക്രമപ്പെടുത്തിയേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് അനലോഗ് ഇൻപുട്ട് പിൻ ഉണ്ട്. ഇതിനകത്ത് ADC ഇല്ല. ഇതിനകത്ത് ADC വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ADC കൊടുക്കാം. അപ്പോൾ രണ്ടും 2 പേർപ്പസിന് ഉണ്ടാക്കിയതാണ്. രണ്ടും വളരെ നല്ല സാധനമാണ്. റാസ്ബെറി പൈയുടെ വേണമെങ്കിൽ ഒരു സെഷൻ വെക്കാൻ. റാസ്ബെറി പൈ കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റാസ്ബെറി പൈ അറിയണം താല്പര്യമുണ്ട്, നമുക്ക് റാസ്ബെറി പൈ സെഷൻ കൂടെ വെക്കാം. അപ്പോൾ ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഓൾ ദിസ്. ആർഡ്യൂനോ ആയിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈവൻ ദോ രണ്ടും കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ അനിയനെ പോലെ ഇരിക്കുമെങ്കിലും ആനയെ ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. ശരി രഞ്ജിത്ത്, ഞാൻ ആൻസർ ചെയ്തോ രഞ്ജിത്തിന്റെ ഡൗട്ട്? Oh, we would like to get more class. I am more than happy. We'll arrange. റാസ്ബെറി പൈ പിക്കോ ഒരാൾ ചോദിച്ചു. റാസ്ബെറി പൈ പിക്കോ, ഞാൻ സോറി ഞാൻ മെസ്സേജ് കാണുന്നുണ്ടായിരുന്നില്ല. മാത്യു ജോസ്, ഒരു സെക്കൻഡ്. പിക്കോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ എങ്ങോട്ടും എടുത്ത് വെച്ചു. റാസ്ബെറി പൈ പിക്കോ എന്താണെന്ന് വെച്ചാൽ
ഈ റാസ്ബെറി പൈ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ റാസ്ബെറി പൈ ഇറക്കിയ ഫൗണ്ടേഷൻ തന്നെ ആലോചിച്ചു, റാസ്ബെറി പൈ ഒരു മൈക്രോ കൺട്രോളർ അല്ലല്ലോ, അതൊരു കമ്പ്യൂട്ടർ അല്ലേ, നമുക്ക് എന്തായാലും മൈക്രോ കൺട്രോളറും കൂടെ ഇറക്കിയാലോ എന്ന് കരുതി ഇതേ കമ്പനി ഒരു മൈക്രോ കൺട്രോളർ ഇറക്കി. അതാണ് റാസ്ബെറി പൈ RP2040. അത് വെച്ചിട്ട് ആർഡിനോ പോലെയുള്ള ഒരു ബോർഡാണ് റാസ്ബെറി പൈ പിക്കോ. പക്ഷെ അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആർഡിനോനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പൈത്തണിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമുക്ക് പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നമുക്ക് അതിനകത്തൊരു പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന് ഏതാണ്ട് 300-350 രൂപ വിലയുള്ളൂ. അതാണ് റാസ്ബെറി പൈ പിക്കോ എന്ന് പറയുന്നത്. അതിന്റെ വയർലെസ്സും ബ്ലൂടൂത്തും ഉള്ള മോഡ്യൂളുണ്ട്, അതിന് 700-750 രൂപയാവും. അത് നമുക്ക് ആർഡിനോ പോലെ ഉപയോഗിക്കാൻ പറ്റും, ആർഡിനോ വെച്ച് പ്രോഗ്രാം ചെയ്യാനും പറ്റും, കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. ഞാൻ കുറേ നാൾ മുമ്പ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ കുഞ്ഞിന് കളിക്കാനായിട്ട് പഴയ സാനിറ്റൈസറിന്റെ ഒരു കുപ്പിയുടെ അറ്റത്തൊരു ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ഫ്ലൈറ്റ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഒരു ഗെയിം പോലെ യൂസ് ചെയ്യുന്നു. അത് റാസ്ബെറി പൈ പിക്കോയിൽ ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ വീഡിയോ ഇടാം. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സംശയം എന്തെങ്കിലും ചോദിച്ചോളൂ. ഇതിന്റെ മീൻവെൽ any questions, any doubts? ഇത് റാസ്ബെറി പൈ പിക്കോ ഉണ്ടാക്കിയ ഒരു ഇതൊരു ഗെയിം കൺട്രോളർ ആണ്. ഇത് സാനിറ്റൈസറിന്റെ കുപ്പിയാണ്. അത് ഇത് എന്തുകൊണ്ട് ആർഡിനോ കൊണ്ട് സാധ്യമായില്ല എന്ന് ചോദിച്ചാൽ, ആർഡിനോയ്ക്കകത്ത് ബിൽറ്റ് ഇൻ USB ഹോസ്റ്റ് ഇല്ല മിക്ക ആർഡിനോ ബോർഡ്സിൽ. റാസ്ബെറി പൈക്ക് ഒരു USB ഹോസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതിന്റെ USB ഡിവൈസ് ആക്കി മാറ്റാം, നേരെ USB കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊരു കീബോർഡ് ആയിട്ടോ മൗസ് ആയിട്ടോ പ്രവർത്തിക്കാം. അങ്ങനെയാണ് ആ സാധനം ഉണ്ടാക്കിയത്. ഇനി മാത്യു ജോർജ് സാറിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തോ. വാട്ട് അബൌട്ട് ദ കോസ്റ്റ്? റാസ്ബെറി ആർഡിനോ ആണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 300 രൂപയ്ക്ക് താഴെ കിട്ടും, 200-250 രൂപയ്ക്ക് കിട്ടും. കുറച്ചുകൂടെ ചീപ്പായിട്ട് നമുക്ക് ആർഡിനോയിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന വേറെ ബോർഡ്സ് കിട്ടും. STM32 ബ്ലൂ പിൽ എന്നൊരു ബോർഡ് ഉണ്ട്. അതിന് ഏതാണ്ട് 112 രൂപ വരെയുള്ളൂ. അത് ആർഡിനോയെക്കാളും വളരെ പവർഫുൾ ആണ്. അതായത് അത് ARM എന്ന് പറഞ്ഞൊരു കോർട്ടെക്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോസറാണ്. നമുക്ക് ആർഡിനോയുടെ അതേ സോഫ്റ്റ്വെയർ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പ്രൈസിന്റെ കാര്യം, പിന്നെ റാസ്ബെറി പൈയുടെ പ്രൈസ് റാസ്ബെറി പൈ 3 ആണെങ്കിൽ ഒരു 3000 രൂപ ആവും. റാസ്ബെറി പൈ 5 ആണെങ്കിൽ ഏതാണ്ട് 5000 രൂപയാവും. റാസ്ബെറി പൈ 1 ഉം 2 ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഇതാണ് ഏറ്റവും ആദ്യം ഇറങ്ങിയ റാസ്ബെറി പൈ 1. അത് അന്ന് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ 3 ഒക്കെ ആയപ്പോൾ ഒരു പേപ്പർ കണ്ടെയ്നർ ആക്കി, പ്രകൃതി സ്നേഹം കൂടിയിട്ട്. ഇത് 2015-16 അല്ല, അതിന് മുമ്പ് വാങ്ങിച്ചാൽ, എപ്പോഴും വാങ്ങിച്ചാൽ ഇറങ്ങിയ സമയത്ത് വാങ്ങിച്ചാൽ. അപ്പോൾ ഈ റാസ്ബെറി പൈ പ്രൈസിന്റെ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, റാസ്ബെറി പൈ ഏതാണ്ട് 3000 രൂപ to 5000 രൂപ. ആർഡിനോ ബോർഡ് ഏതാണ്ട് 250-300 രൂപ, ഡിപ്പെൻസ് ഓൺ ദ ബോർഡ്. ഞാൻ സിമ്പിൾ ബോർഡിന്റെ കാര്യം പറഞ്ഞത്. മെഗാ ബോർഡ് ആണെങ്കിൽ ഏതാണ്ട് ഒരു 1000 രൂപയാവും. റാസ്ബെറി പൈ പിക്കോ ആണെങ്കിൽ റാസ്ബെറി പൈ പിക്കോ ഏതാണ്ട് 350 രൂപയ്ക്ക് വയർലെസ് ഇല്ലാത്തത് കിട്ടും. ഒരു 700 രൂപ 750 രൂപയ്ക്ക് വയർലെസ്സും ബ്ലൂടൂത്തും ഉള്ളത് കിട്ടും. Any doubts, any questions? ബോർഡ് ഉണ്ട് സാറേ. സോറി സാർ, രണ്ട് സൈസ് ആർഡിനോ ബോർഡ് ഉണ്ട് സാറേ, ക്ലോൺ ആൻഡ് യെസ്. അത് ഞാൻ ആൻസർ ചെയ്യാം. ഇറ്റലിയിൽ ഉണ്ടാക്കിയ ബോർഡും ചൈനയിൽ ഉണ്ടാക്കിയ ബോർഡും എന്ന് നമ്മൾ കോമൺലി പറയുന്നത്. അതായത് ആർഡിനോ ഒറിജിനൽ ആർഡിനോ കമ്പനി തന്നെ ആർഡിനോ ബോർഡ് ഇറക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് 100% ഓപ്പൺ സോഴ്സ് ആണ്. ഇത് അവർ തന്നെ ഇറക്കണമെന്നില്ല, ആരിറക്കിയാലും ഒരു വ്യത്യാസം അതിന് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാല് ഇത് വീട്ടിൽ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്തെടുത്ത് ഫെറിക്ലോറൈഡിൽ ടച്ച് ചെയ്ത് പ്രിന്റ് ചെയ്തെടുത്ത് ആർഡിനോ ബോർഡാണ്. ദിസ് വിൽ വർക്ക് ലൈക്ക് എനി അതർ ആർഡിനോ ബോർഡ്. അപ്പോൾ ക്ലോൺ എന്ന് പറയാറുണ്ട്, ബട്ട് ഇറ്റ്സ് ആക്ച്വലി മാനുഫാക്ചർ ബൈ സമ്മൺ എൽസ്. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു വ്യത്യാസമില്ല. ക്ലോൺ വാങ്ങിച്ചെന്ന് വിചാരിച്ച് അതിനകത്തിരിക്കുന്ന മൈക്രോ കൺട്രോളർ സെയിം തന്നെയാണ്. അത് മെഗാ 3 to 8 ആയിരിക്കും മിക്കതിൽ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ 3000 രൂപ കൊടുത്ത് ആർഡിനോ വാങ്ങിക്കണോ 250 രൂപ കൊടുത്ത് വാങ്ങിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. സെയിം സാധനം, ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഇറ്റലി എന്നുള്ള പെട്ടിയിൽ വേണോ ചൈന എന്നുള്ള പെട്ടിയിൽ വേണോ നമ്മൾ ചൂസ് ചെയ്താൽ മതി. ശരി, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാറേ ഈ നമ്മൾ ഈ IoT ബേസ്ഡ് പ്രോട്ടോകോൾസ് ബേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് ഡിവൈസ് വെച്ചിട്ടാണ്? ശരി, IoT വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദ്യം. ഞാൻ ഇതിനകത്ത് പറയാതെ പോയ 2 മൈക്രോ കൺട്രോളേഴ്സും കൂടെ ഞാൻ പറയേണ്ടി വരും. ഞാൻ പറയാം. നമുക്ക് ഞാൻ അത് കാണിച്ചു തരാം, എൻ്റെ ഉണ്ടാവും. ഞാൻ IoT എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് IoT എന്ന് ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം.
IoT എന്ന് പറഞ്ഞാൽ സോറി, ഇതാണ് ഞാൻ പറഞ്ഞ റാസ്ബെറി പൈ പിക്കോ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് റാസ്ബെറി പൈ പിക്കോ. റാസ്ബെറി പൈ ഫൗണ്ടേഷൻ്റെ ആണ്. ഞാൻ പറയാൻ വന്ന ബോർഡ് ഇങ്ങനൊരു ബോർഡാണ്. നിങ്ങൾക്ക് പലർക്കും കണ്ട് ഫെമിലിയാരിറ്റി ഉണ്ടാവുമായിരിക്കും. ഇത് ESP8266 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറാണ്. ESP8266. ഇതിന് നമുക്ക് ആർഡിനോ ID വെച്ച് തന്നെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇതിലെ പിന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ അഡീഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റന കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ആൻറ്റന വെച്ചിട്ട് നമുക്ക് വൈഫൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വൈഫൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് IoTക്ക് വൈഫൈ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ESP8266 ഉപയോഗിക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ ആണ്, കുറച്ചുകൂടി ഇന്റൻസ് ആപ്ലിക്കേഷൻ ആണ്, നമുക്ക് ESP32 എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിക്കാൻ പറ്റും. അതിനും ഏതാണ്ട് ഒരു 500-600 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ആ ചോദ്യത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ IoT എന്ന് പറയുമ്പോൾ എനിക്ക് വൈഫൈ അല്ലാതെ സിം വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആഡിയോയും സിം മോഡ്യൂളും മാത്രം മതി. ഈ IoT എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടാൻ പറയാം. നമ്മൾ ഈ സെൻസറിന്റെ ഡേറ്റ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ട് കൊണ്ടെത്തിക്കുകയോ ഇന്റർനെറ്റ് വഴി കൺട്രോൾ സാധനങ്ങളുടെ ഇന്റർനെറ്റ്, നമ്മൾ മനുഷ്യർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന പോലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ് IoT. IoTക്ക് സാർ ചോദിച്ച ചോദ്യം IoTക്ക് നല്ലത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ 1 ആർഡിനോ ബോർഡ് എടുക്കുക, ഏതെങ്കിലും ഒരു വൈഫൈ മൊഡ്യൂൾ എടുക്കുക, കണക്ട് ചെയ്യുക, യു ആർ ഗുഡ് ടു ഗോ. ഓപ്ഷൻ 2 ആർഡിനോ ബോർഡ് എടുക്കുക, സിം മൊഡ്യൂൾ ഇടുക, സിമ്മിന്റെ ഇന്റർനെറ്റ് ഉപയോഗിക്കുക, ഡേറ്റ സെൻഡ് ചെയ്യുക, യു ആർ ഗുഡ് ടു ഗോ. ഓപ്ഷൻ 3 ESP8266 എടുക്കുക, അതിനകത്ത് പ്രോഗ്രാം ചെയ്യുക, അതിന്റെ വൈഫൈ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്ഷൻ 4 ESP32 എടുക്കുക, അതിനകത്ത് പ്രോഗ്രാം ചെയ്യുക, അതിനകത്ത് ബിൽറ്റ് ഇൻ വൈഫൈ ബ്ലൂടൂത്ത് ഉണ്ട്, അത് ഉപയോഗിക്കുക. ഇനിയൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ റാസ്ബെറി പൈ പിക്കോ, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പിക്കോയ്ക്ക് ഇത് ഏറ്റവും ബേസിക് പിക്കോയാണ്. പിക്കോ W എന്നൊരു ബോർഡ് ഉണ്ട്, 750-800 രൂപയാണ്. അതിനകത്ത് വൈഫൈ ബ്ലൂടൂത്ത് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഞാൻ ചോദ്യം ആൻസർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഞാനത് സ്പെസിഫൈ ചെയ്യാം. അതായത് നമ്മുടെ ഈ ഹോം ഓട്ടോമേഷൻ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഓഫ് ഹോം അപ്ലയൻസസ്, അങ്ങനത്തെ ചില ഐഡിയകൾ ഉണ്ടല്ലോ. ആ ഐഡിയകൾ വരുമ്പോൾ പറഞ്ഞ പോലെയുള്ള പിന്നെ കാര്യങ്ങൾ എഫക്റ്റീവ് ആകുന്നത് ഏതാന്നുള്ളതാണ്. എനിക്ക് ക്ലിയർ ആയി. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്ത് ഉപയോഗിച്ചാലും പ്രൈസിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഏത് വേണം എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഹോം ഓട്ടോമേഷൻ വേണമെങ്കിൽ ഞാൻ സാധാരണ സാധാരണ ഒരു ആർഡിനോ ബോർഡ് എടുക്കും. ഒരു 200 രൂപ 250 രൂപ ആർഡിനോ ബോർഡ് എടുക്കും. ഒരു 115 രൂപ വില വരുന്ന ഒരു വൈഫൈ മൊഡ്യൂൾ കണക്ട് ചെയ്യും. അപ്പോൾ ഈ ആർഡിനോ ഈ വൈഫൈ മൊഡ്യൂൾ വഴി വീട്ടിലെ വൈഫൈ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എനിക്ക് ലൈറ്റും ഫാനും ഓൺ ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുകയാണെന്ന് കരുതുക, ഞാൻ ഈ ബോർഡ് ഉപയോഗിക്കും, ESP8266 എന്നുള്ള ബോർഡ് ഉപയോഗിക്കും. കാരണം വെച്ചാൽ പ്രൈസ് കുറവാണ്, ഒറ്റ ബോർഡായിട്ട് ഇരുന്നോളും, ഒന്നിലധികം സിസ്റ്റം വരുന്നതിൻ്റെ റിലയബിലിറ്റി കുറവ് ഉണ്ടാവില്ല. ഇനി എനിക്ക് ഉപയോഗിക്കേണ്ട ഹോം ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻ ഒരുപാട് കമ്പ്യൂട്ടേഷൻ ഒക്കെ വേണ്ടതാണ്, വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ESP32 ഉപയോഗിക്കും. ക്ലിയർ ആയോ? സാറ് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റും കൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് മെയ്ഡ് ഇൻ ഇറ്റലി ആണെന്ന്, ഒന്ന് മെയ്ഡ് ഇൻ ചൈന ആണെന്ന് പറഞ്ഞു. രണ്ട് അപ്പൊ ഇതിൽ ചൈനയുടെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ലോ കോസ്റ്റ് അല്ലേ? അല്ല, അതിനകത്ത് ഈ മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറഞ്ഞ സാധനവും ഇറ്റലിയിലാണോ ഉണ്ടാക്കിയതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഐഫോൺ ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ, മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ആർഡിനോയുടെ വെബ്സൈറ്റ് വഴി ആർഡിനോ ഒഫീഷ്യൽ ആയിട്ട് വിൽക്കുന്ന ബോർഡ്സ് എന്നൊരു അർത്ഥത്തിലാണ് ഞാൻ മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറഞ്ഞത്. പ്രോബ്ലി ഇറ്റലിയിലായിരിക്കും ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതും ചൈനയിലായിരിക്കും ഉണ്ടാക്കിയത്. ഈ ക്ലോൺ എന്ന് പറയുന്ന കാറ്റഗറി ബോർഡ്സ്, അതായത് ഒട്ടനവധി ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്, അത് ആർഡിനോ റെപ്ലിക്കാസ് ആണ്. കാരണം അതിന്റെ ബോർഡിൽ അവരുടെ വെബ്സൈറ്റിൽ എല്ലാ ഡേറ്റ അവൈലബിൾ ആണ്. അവർ ഫ്രീ ആയിട്ട് അത് ഓപ്പൺ സോഴ്സ് ആക്കിയേക്കുന്നതാണ്. അപ്പോൾ അതിനാണ് സ്വാഭാവികമായിട്ടും വിലക്കുറവ്. നമ്മുടെ ആർഡിനോയുടെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആർഡിനോ ബോർഡ്സിന് ഇതിന്റെ ഒരു 3-4 ഇരട്ടി ടു 5 ഇരട്ടി 6 ഇരട്ടി വരെ വില കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അതും ചൈനയിൽ ഉണ്ടാക്കിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അത് വിൽക്കുന്നത് ആർഡിനോ ആണെന്ന് മാത്രം, ആർഡിനോയുടെ വെബ്സൈറ്റ് വഴിയാണെന്ന് മാത്രം. അതാണ് ഒറിജിനൽ എന്നും ക്ലോൺ എന്നും പറയുന്ന ഒരു കാറ്റഗറി വന്നത്. ക്ലിയർ ആയോ സർ? ഓക്കെ. ഞാനതല്ല, ഈ IoT ബേസ്ഡ് ഡിവൈസസ് ഉണ്ടാക്കാൻ നമ്മളുടെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടല്ലോ, അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. രണ്ടിനകത്ത് ഇരിക്കുന്ന മൈക്രോ കൺട്രോളർ സെയിം ആണ്. അതിന്റെ PC ബോർഡ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബോർഡ് ഉണ്ടാക്കുന്നത് 2 ആൾക്കാരാണെന്നേ ഉള്ളൂ, അതിനകത്തിരിക്കുന്ന മൈക്രോ കൺട്രോളർ സെയിം ആണ്. പിന്നെ ഹോം ഓട്ടോമേഷന്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മൾ എഴുതുന്ന പ്രോട്ടോകോൾ അല്ലേ, അത് ആർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എൻക്രിപ്ഷൻ ആഡ് ചെയ്യുമല്ലേ.
അത് ഇവർ കമ്പ്യൂട്ടർ പോലെ ആർക്കും ഹാക്കിങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇതിനകത്തോട്ട്. അല്ല, ഞാനത് ഡിവൈസസ് ശരിക്കും ഇപ്പം നമ്മള് നെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ ചൈനയുടെ ഡിവൈസ് ആണെങ്കിൽ അതില് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ നിലവിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഗവൺമെന്റ് ഓർഗനൈസേഷന് ചൈനയുടെ ഡിവൈസസ് അനുവദിക്കുന്നില്ലല്ലോ. സാർ അതിനകത്തൊരു കാര്യം ഞാൻ പറയാം, രണ്ട് കാര്യം ഞാൻ അതിനകത്ത് പറയാം. ഒന്ന് എന്താന്ന് വെച്ചാൽ ഈ മൈക്രോ കൺട്രോളർ ഇവിടെയുള്ള എല്ലാ ഡിവൈസിന്റെയും മൈക്രോ കൺട്രോളർ ഉണ്ടാക്കുന്നത് മിക്കതും ചൈനയോ തൈവാനോ ആണ്. സാർ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഇപ്പം നമ്മൾ കാണുന്ന മൊബൈൽ ഫോണിന്റെ ഒക്കെ. അപ്പോൾ ആ ചിപ്പ് ലെവലിൽ അതിൽ വ്യത്യാസമില്ല. ചൈനയുടെ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന ഡിവൈസസിനാണ്, അതായത് ഒരു ഹാർഡ്വെയർ ഉണ്ടാവും, ഇതൊരു ഫേംവെയർ ഉണ്ടാവുമല്ലോ. ആ ചൈനയുടെ ഫേംവെയർ റൺ ചെയ്യുന്നതിനെ പ്രശ്നമുള്ളൂ. അല്ലാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഐഫോണിന്റെ പാക്കറ്റ് എടുത്താൽ എഴുതിയേക്കുന്നത് ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ, മെയ്ഡ് ഇൻ ചൈന എന്നാണ്. അപ്പോൾ എല്ലാ ഈ ലെനോവോ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സാധനവും ചൈനയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരില്ല. പിന്നെ സാറിന്റെ ചോദ്യം ഞാൻ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സാർ ഒരു ആർഡിനോ ബോർഡ് എടുത്തു, സാർ അതിനകത്തൊരു പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാം അനുസരിച്ചാണ് ഡേറ്റ പോകുന്നത്, അല്ലാതെ ഒരു കമ്പ്യൂട്ടർ പോലെ ആർക്കും എന്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. ഓരോ പിന്നും പോർട്ടും എങ്ങനെ പോകണമെന്ന് സാർ എഴുതുന്ന പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് വളരെ കുറച്ച് മെമ്മറി ഉള്ള ഒരു ഡിവൈസാണ് ഈ ബേസിക് ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. അതിനകത്തൊരു സോഫ്റ്റ്വെയറോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോർഡിൽ ഇപ്പൊ സാറ് ലൈറ്റ് ഫാൻ ഓൺ ചെയ്യാനായിട്ട് സാർ ഒരു പ്രോട്ടോകോൾ എഴുതി. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ അതിനകത്ത് എ എന്നൊരു ക്യാരക്ടർ പോകുമ്പോഴാണ് എൻ്റെ കാർ പോർച്ചിലെ ലൈറ്റ് ഓൺ ആവുന്നത്, ജി എന്നൊരു ക്യാരക്ടർ പോകുമ്പോഴാണ് എനിക്ക് കിച്ചണിലെ ലൈറ്റ് ഓൺ ആവുന്നതെന്ന് വിചാരിക്കാം. ഈ പ്രോട്ടോകോൾ വേറെ ആർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല, അത് കണ്ടുപിടിക്കാനും പാടാണ്. അല്ലെങ്കിൽ സാറിന്റെ ഡിവൈസിന് വേണ്ടി ഹാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ ഇറങ്ങി വരേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് ഡിവൈസ് ഉപയോഗിച്ചാലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് അത് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ചില ഡൗട്ടുകൾ ചോദിച്ചതാണ്. അതിൽ കുഴപ്പമില്ല, അത് നല്ല എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും, നല്ല കാര്യമാണ്. ശരി, അപ്പോൾ നമുക്ക് ജവഹർ സാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമോ? Okay, Rahul, it was very informative and very useful. We want to have such sections in the coming weeks also. We can plan when we can do more than happy. Okay, now next week ഇതിന്റെ മാസത്തിൽ 3-4 ഒക്കെ വരെ രാഹുൽ ഓഫർ ചെയ്തിരിക്കുകയാണ്. അവർ നമ്മൾ പ്രസന്റ് ആവുക, നമ്മളത് പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് എൻ്റെ കൂടെ. ഞാനും ആർഡിനോ നാനോ രാഹുൽ എനിക്കൊരെണ്ണം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യണം. അത് ഓക്കെ, നമുക്ക് അതിനെ കുറച്ചുകൂടെ അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്തു. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാമിംഗ് സെക്ഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത് എടുത്തിട്ട് നമുക്കത് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന രീതിയിൽ, കാരണം എല്ലാവരും കുറെ കൂടെ ഇലക്ട്രോണിക്സ് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അത് പഠിക്കുന്നില്ല. ജസ്റ്റ് ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉപരി വളരെ കുറെ കൂടെ അത് പഠിക്കുന്ന രീതിയിൽ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലംസ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്ത്. ഒരു ചെറിയ സജഷൻ, തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. നമുക്ക് നോക്കാം. അത് മറ്റെവിടെയെങ്കിലും ഇതിന്റെ ഇപ്പൊ ഷാനിദൊക്കെ മലപ്പുറമാണ്, എന്റെ ഫ്രണ്ടാണ് ഷാനിദ്. അപ്പൊ അവിടെ കുറെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പോ രാഹുലിന് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമായിരിക്കും അല്ലെ? എവിടെയൊക്കെ മലപ്പുറമോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല സാർ, വർക്ക്ഔട്ട് ചെയ്യാം. താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. സ്റ്റുഡൻസ് ആർ വെരി ഇൻട്രസ്റ്റഡ്. ഞാൻ പറഞ്ഞോ. അപ്പൊ അങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ എത്താൻ പറ്റും അവിടെ? കേട്ടില്ല, അവിടെ ഒന്നുകൂടെ പറയാമോ സാർ? സാറ് ക്ലാസ് അവിടെ അറേഞ്ച് ചെയ്യുമ്പോഴേ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും എന്തുകൊണ്ട് പറ്റില്ല, എന്തുകൊണ്ടും പറ്റും, തീർച്ചയായും. മോർ ദാൻ വെൽക്കം. സാറിന്റെ സ്ഥലം എവിടെയാണ്? ഓക്കെ സാർ, ഞാൻ എറണാകുളം സാറേ. എറണാകുളം. സാർ പേരെന്താണ് സാറ്? എൻ്റെ പേര് ഷൈൻ. ഓക്കെ, താങ്ക് യു രാഹുൽ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യല്ലേ അല്ലേ? നമുക്ക് ശരി, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു.
So we will Okay, wait sir. for Thank the you. next section. Thank you. Yes. സാർ ഇതില് ഞാൻ പറയുന്നത് സാർ നമ്മളൊരു ഹാൻഡ്സ് ഓൺ വെക്കുകയാണെങ്കിൽ രാഹുൽ സാറിന്റെ ഒരു കൺവീനിയൻസ് നോക്കിയിട്ട് പിന്നെ മിഡിൽ പ്ലേസസിൽ ഏതെങ്കിലും വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അങ്ങോട്ട് വരിക എന്നുള്ള ഒരു രീതിയും പറ്റും. അതെ കാരണം അതെ അത് കൺസിഡർ ചെയ്യാം. എറണാകുളം എല്ലാം ആണെങ്കിൽ എല്ലാവർക്കും എത്താൻ പറ്റുമല്ലോ, കേരളത്തിലുള്ള അതെ 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 നമുക്ക് വേണമെങ്കിൽ താല്പര്യമുള്ള കുറച്ച് സ്റ്റുഡൻസിനെ അതിലേക്ക് പിന്നെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അത് ആലോചിക്കാവുന്നതാണ്. ഒരു കിറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ സാറ് ഡിസൈൻ ചെയ്തിട്ട് ആ കിറ്റിന്റെ കോസ്റ്റും കാര്യങ്ങളും ഒന്ന് വെച്ചിട്ട് അത് ഒന്ന് ആദ്യം ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താല്പര്യമുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. റോബോട്ടിക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് താല്പര്യമുണ്ട്. ചെയ്യാം സാർ. അത് ആരെങ്കിലും ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വരുന്നതിന് സന്തോഷമുള്ളൂ, പറഞ്ഞാൽ മതി. സാറേ, രാഹുൽ സാറേ. സാർ നമസ്കാരം. സാറേ, നമ്മളെ ഈ ഇത്രയും 160 മെമ്പേഴ്സ് ഉണ്ടായിട്ട് ആകെ 6 പേരല്ലേ വന്നത്? സാർ 6 പേര് വന്നല്ലോ എന്നുള്ള, 6 അല്ല അതിൽ കൂടുതൽ വന്നു. ഇത്രയും പേര് വന്നു എന്നുള്ളതിലാണ് വലിയ സന്തോഷം. അല്ല, അപ്പോ നമ്മുടെ സർക്യൂട്ട് ഒന്നും ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി. അല്ല അങ്ങനെയല്ല സാർ, ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കുമല്ലോ താല്പര്യം. അപ്പൊ ചിലർക്ക് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ലേ. അപ്പൊ ലേറ്റസ്റ്റ് ആയ കാര്യങ്ങളിൽ എല്ലാവർക്കും പഠിക്കേണ്ടത്. എന്റെ സബ്ജക്ട് വളരെ ഓൾഡാണ്, വളരെ വെരി ഓൾഡാണ്. അപ്പോ അതിന് താല്പര്യമില്ല, ശരി, സമ്മതിക്കാം. പക്ഷെ ഇത്രയും ഈ റാസ്ബെറിക്ക് ഇപ്പൊ ഈ ആർഡിനോ ഇതിനെപ്പറ്റി ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രയും വളരെ കുറച്ച് ആൾക്കാരാകുമ്പോൾ അതൊരു നമ്മുടെ ഇലക്ട്രോണിക്സ് വളരെ പിറകോട്ടാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെനിക്കൊരു അതിശയം തോന്നുന്നു. കാരണം ഇത്രയും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും 160 പേരുണ്ടായിട്ട് ആർക്കും ഇത് പഠിക്കാനുള്ള താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇത് സ്റ്റുഡൻസ് ചേർന്നോ? സാർ വീക്കെൻഡും കൂടെ ആയതുകൊണ്ടേ സ്റ്റുഡൻസ് പലരും വീട്ടിൽ പോകുന്നതിന്റെ തിരക്കും മറ്റൊക്കെ ആയിരിക്കും. അപ്പൊ അത് കാരണം എനിക്കിത് വളരെ താല്പര്യമുള്ള ആളായിരുന്നു ഞാൻ. അപ്പോ ഞാനിത് റിട്ടയർ ചെയ്തപ്പോഴാണ് ഞാൻ 2015 റിട്ടയർ ചെയ്തു. അപ്പൊ കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റിയില്ല. അപ്പോ ഞാൻ കൂടുതലും സർക്യൂട്ട് ലാബിലും പവർ ഇലക്ട്രോണിക്സ് ലാബിലും ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഗസ്റ്റായി പോയി ഒരു തൃക്കരിപ്പൂർ കോളേജിൽ പോയി. അപ്പൊ അവിടുന്നാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടായി. അപ്പോ അവിടുന്ന് കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോ അതിന്റെ അവിടെ ബോർഡ് കണ്ടു. അതിന്റെ ഇൻപുട്ട് ടെർമിനൽസ് എത്രയാണ് 16 ഇൻപുട്ട്, ഡിജിറ്റൽ ഇൻപുട്ട്, 16 മറ്റേ അനലോഗ് ഇൻപുട്ട്, അതുപോലെ അതിൽ ഔട്ട്പുട്ട്, ഒരു 6 ഔട്ട്പുട്ട്, മറ്റേ ഇത് PWM, പിന്നെ വേറെ എന്തെങ്കിലും ഔട്ട്പുട്ട്. അതിന് എത്ര മെഗാഹെർട്സാ? 60 മെഗാഹെർട്സ് ക്രിസ്റ്റൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിന്റെ ഒരു പ്രോഗ്രാം പറഞ്ഞതിന് സാറ് പറഞ്ഞില്ല. ഇപ്പൊ 2 LED ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് അതിപ്പോ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, പ്രോഗ്രാം ചെയ്യണമെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പ്രോഗ്രാം ആണെന്നല്ല, പ്രോഗ്രാം ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഇതിൽ ഡൗൺലോഡ് ചെയ്തു പ്രോഗ്രാം. ഡൗൺലോഡ് ചെയ്ത് ഞാൻ രണ്ടു മൂന്ന് പ്രോഗ്രാം ചെയ്തു, 2-3 ചെയ്തു. ചേസറിന്റെ സംഭവം ഞാൻ ചെയ്തു. പിന്നെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോഗ്രാം എനിക്ക് തീരെ അറിയില്ല, ഒന്നും അറിയില്ല, ABCD അറിയില്ല. പിന്നെ ഒരു ഫ്രീക്വൻസി കൗണ്ടർ. അപ്പൊ ഞാൻ TV ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ TV റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി വളരെ പ്രധാനം. അപ്പോ ഈ ലൈൻ ഫ്രീക്വൻസിക്ക് 15625 ഹെർട്സ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഞാനൊരു ഫ്രീക്വൻസി കൗണ്ടർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഫ്രീക്വൻസി കൗണ്ടർ ഉണ്ടാക്കി അതിന് വെച്ചിട്ട് പ്രോഗ്രാം എടുത്ത്. എനിക്കൊന്നും അറിയില്ല, ഒരു കാര്യം എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കി. പക്ഷേ ആക്യുറസി വളരെ കുറവാണ്. അപ്പൊ അത് എനിക്ക് എല്ലാവരും പറയുന്നത് വെച്ചാൽ അതിങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അല്ലേ, അത് സ്റ്റാൻഡേർഡ് പ്രോഗ്രാം എന്നായിരിക്കില്ല, ഇതുപോലത്തെ ആരെങ്കിലും ഒന്ന് പ്രോഗ്രാം ആയിരിക്കും പറഞ്ഞുകൊണ്ട് 2-3 പ്രോഗ്രാം ഞാൻ ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനാണ് ഇപ്പൊ ഈ സാറ് പറഞ്ഞ മറ്റേ ജവഹരി സാറ് പറഞ്ഞ പോലെ ആ പ്രോഗ്രാം ലെവലിൽ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു. അതാണ് വേണ്ടത്. കാരണം ഇല്ലാതെ ഇതിപ്പോ ഇത് ഓൾറെഡി ഇപ്പൊ വീടില്ല, എല്ലാ ആൾക്കാരും ഓൾറെഡി ചെയ്യുന്നവരാണ്, എല്ലാവരും ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി പ്രോഗ്രാം ലെവൽ ഒന്ന് ചെറിയ മട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാനിത് ഏതായാലും ഞാനൊരു
പാർട്ടിസിപ്പന്റ് ഉണ്ടാവും എപ്പോഴും. സന്തോഷം. നാളെ ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ഇല്ല സാർ, നമ്മൾ ഇനി ഡേറ്റ് ഫൈനലൈസ് ചെയ്യാം. തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ, ഓക്കെ. ഇപ്പോ ഉള്ള ഈ സാറിന്റെ പേരെന്തായിരുന്നു? ഒരാളുണ്ടായിരുന്നല്ലോ സാർ, ചോദ്യം ചോദിച്ച ആളുടെ പേര്? മറ്റൊരു സാറുണ്ടായിരുന്നു സാറിനോട് ചോദിച്ചേ. ഇപ്പൊ ലൈനിലുള്ള ഒരാൾ സാർ. ഷൈൻ സാർ. ആ ലൈനിൽ. ഓ ഷൈൻ ആണ്. ഷൈൻ. ഷൈൻ. ഓക്കെ സാർ. ഓക്കെ സാർ. എവിടെയാ സാറേ